ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേയദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമനവമി ആശംസകൾ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 48-ാം അധ്യായം. ഭഗവാൻ അക്രൂരന്റെ ഗൃഹത്തിൽ അക്രൂരനാൽ സൽക്കരിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്രൂരസ്തുതി ഒരു 3 ശ്ലോകം കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ അക്രൂരനെ അങ്ങോട്ട് സ്തുതിക്കുന്ന പ്രശംസിക്കുന്ന വാക്കുകളാണ്. തുടർന്ന് അക്രൂരനെ ഭഗവാൻ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതും നമുക്ക് 16-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 16-ാം ശ്ലോകം മുതൽ അക്രൂരന്റെ സ്തുതി 17 മുതൽക്കാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 48-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അർച്ചിത്വാ ശിരസാ നമ്യ പാദൗ അംഗഗതൗ മൃജൻ പ്രസ്രയാവനതോ അക്രൂരഃ കൃഷ്ണരാമൗ അഭാഷത. ദിഷ്ട്യാ പാപോഹതകംസഃ സാനുഗോവാമിദം കുലം ഭവദ്ഭ്യാമുദ്ധൃതം കൃച്ഛ്രാദ് ദുരന്താത്സ സമേധിതം. യുവാം പ്രധാനപുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ ഭവദ്ഭ്യാം ന വിനാ കിഞ്ചിത് പരമസ്തി ന ചാപരം. ആത്മസൃഷ്ടമിദം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭിഃ ഈയത്തെ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷഗോചരം. യദാ ഹി ഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിഷു ഭാന്തി നാനാ. ഏവം ഭവാൻ കേവല ആത്മയോനിഷ്വാത്മാത്മതന്ത്രോ ബഹുധാ വിഭാതി. സൃജസ്യതോലുംബസി പാസി വിശ്വം രജസ്തമസത്വഗുണൈഃ സ്വശക്തിഭിഃ. ന ബധ്യസേ തദ്ഗുണകർമ്മഭിർവാ ജ്ഞാനാത്മനസ്തേ ക്വച ബന്ധഹേതുഃ. ദേഹാദ്യുപാദേർ അനിരൂപിതത്വാദ് ഭവോ ന സാക്ഷാന്നഭിതാത്മനഃ സ്യാദ്. അതോ ന ബന്ധസ്തവ നൈവ മോക്ഷഃ സ്യാദാംനികാമസ്ത്വയി നോ വിവേകഃ. ത്വയോദിതോയം ജഗതോ ഹിതായ യദാ യദാ വേദപദഃ പുരാണഃ ബാധ്യേത പാഗണ്ഡപതൈരസദ്ഭിഃ തദാ ഭവാൻ സത്വഗുണം വിഭർത്തി. സത്വം പ്രബോധ്യ വസുദേവ ഗൃഹേവതീർണഃ സ്വാംശേന ഭാരമപനേതുമിഹാസി ഭൂമേഃ. അക്ഷൗഹിണീ ശതവധേന സുരേതരാം സരാജ്ഞാം അമുഷ്യ ച കുലസ്യ യശോ വിതന്വൻ. അദ്യേശ നോ വസതയഃ ഖലു ഭൂരിഭാഗാഃ യഃ സർവ്വവേ ദേവപിതൃഭൂത നൃദേവമൂർത്തിഃ. യത്പാദശൗച സലിലം ത്രിജഗത് പുനാതി സത്വം ജഗദ്ഗുരുരധോക്ഷജ യാഃ പ്രവിഷ്ടഃ. കഃ പണ്ഡിതസ്ത്വദപരം ശരണം സമീയാത് ഭക്തപ്രിയാദൃതഗിരഃ സുഹൃദകൃതജ്ഞാത്. സർവാൻ ദദാതി സുഹൃദോ ഭജതോപി കാമാൻ ആത്മാനമപ്യുപചയാപചയൗ നയസ്യ. ദിഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ നഃ പ്രതീതോ യോഗേശ്വരൈരപി ദുരാപഗതി സുരേശൈഃ.
ചിന്യാസു നസ്സുതകളത്രധനാപ്തഗേഹദേഹാദിമോഹരശനാം ഭവദീയമായാം. ശ്രീശുക ഉവാച ഇത്യർച്ചിതഃ സംസ്തുതശ്ച ഭക്തേന ഭഗവാൻ ഹരിഃ അക്രൂരം സസ്മിതം പ്രാഹ ഗീർഭിഃ സമ്മോഹയന്നിവ. ശ്രീഭഗവാനുവാച ത്വം നോ ഗുരുഃ പിതൃവ്യശ്ച ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യദാ വയം തു രക്ഷ്യാഃ പോഷ്യാശ്ച അനുകമ്പ്യാ പ്രജാഹിവഃ. ഭവദ്വിദാ മഹാഭാഗാഃ നിഷേവ്യാ അർഹസത്തമാഃ ശ്രേയസ്കാമൈർനൃഭിർനിത്യം ദേവാ സ്വാർഥാ ന സാധവഃ. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. സ ഭവാൻ സുഹൃദാം വൈനഃ ശ്രേയാൻ ശ്രേയശ്ചികീർഷയാ ജിജ്ഞാസാർത്ഥം പാണ്ഡവാനാം ഗച്ഛസ്വത്വം ഗജാഹ്വയം. പിതര്യുപരതേ ബാലാ സഹമാത്രാ സുദുഃഖിതാഃ ആനീതാ സ്വപുരം രാജ്ഞാ വസന്തൈതി ശുശ്രുമാം. തേഷു രാജാംബികാ പുത്രോ ഭ്രാതൃപുത്രേഷു ദീനദീഃ സമോ ന വർത്തതേ നൂനം ദുഷ്പുത്രവശകൊന്തദൃക്ക. ഗച്ഛ ജാനീഹി തദ്വൃത്തം അധുനാ സാധ്വസാധുവാ വിജ്ഞായ തദ്വിധാസ്യാമോ യഥാശം സുഹൃദാം ഭവേത്. ഇത്യക്രൂരം സമാദിശ്യ ഭഗവാൻ ഹരിരീശ്വരഃ സംകർഷണോദ്ഭവാഭ്യാം വൈ തതഃ സ്വഭവനം ജയൗ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, രാമനവമി ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം സുസ്വാഗതം. അപ്പോൾ അക്രൂരകൃത ഭഗവത് സ്തുതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളിന്തി നദിയിൽ വെച്ച് ഭഗവാനെ ശേഷശായിയായി കണ്ട് സ്തുതിച്ചതിൻ്റെ തുടർച്ച എന്നോണമുള്ള സ്തുതിയാണ്. ആ 30 ശ്ലോകത്തിനോടൊപ്പം ഈ 12 ശ്ലോകങ്ങളും കൂടി അല്ലെ കൂട്ടിക്കെട്ടാം. 17 മുതൽ 27 വരെയുള്ള 11 ശ്ലോകങ്ങൾ. 30ഉം 11ഉം 41 ശ്ലോകങ്ങൾ ഉദ്ധവന്റെ ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്തുതി. അപ്പോൾ ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ജഗത്തിൻ്റെ കാരണഭൂതനായിരിക്കുന്ന ആ ഭഗവാനെയാണ് അക്രൂരൻ സ്തുതിച്ചത്. അതിനുശേഷം അതേ കാരണഭൂതനായ ഭഗവാൻ തന്നെയാണ് ഈ ജഗത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് വേദങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു. ആ വേദങ്ങളുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് വിവിധ അവതാരങ്ങളെ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അവതാരങ്ങളിൽ ഇപ്പെടുത്തിരിക്കുന്ന ഈ അവതാരം കൃഷ്ണാവതാരം, അതിനെയും സ്തുതിച്ചു. അതാണ് നമ്മൾ അവസാനം കണ്ടതായിട്ടുള്ള സ്തുതി. 24ാമത്തെ ശ്ലോകം അല്ലേ? സത്വം പ്രബോധ്യ വസുദേവ ഗൃഹേവതീർണഃ
സ്വാംശേന ഭാരമപനേതുമിഹാസി ഭൂമേഃ അക്ഷൗഹിണീ ശതവധേന സുരേതരാംശരാജ്ഞാം അമുഷ്യ ച കുലസ്യ യശോ വിതന്വൻ. അപ്പൊ അങ്ങനെയുള്ള അവതാരങ്ങൾ എടുക്കുന്ന അങ്ങ് ഇപ്പതാ അദ്യ പ്രഭോ വസുദേവ ഗൃഹേ അവതീർണ, വസുദേവന്റെ ഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നു. അങ്ങയുടെ അംശമായ ബലരാമനോടുകൂടെ. എന്തിന്? ഭൂമേഹേ ഭാരം അപനേതും ഇഹ അസി, ഭൂമിയുടെ ഭാരത്തെ അപനയിക്കാനാണ് അങ്ങിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയാണത് ഭാരം അപഹരിക്കുന്നത്? അക്ഷൗഹിണീ ശതവധേന സുരേതരാംശ രാജ്ഞ, അസുര അംശങ്ങളായിരിക്കുന്ന രാജാക്കന്മാരുടെ അക്ഷൗഹിണികൾ, നൂറുകണക്കിന് അക്ഷൗഹിണികളുടെ വധം കൊണ്ട്, അതോടൊപ്പം തന്നെ അമുഷ്യ കുലസ്യ യശോ വിതന്വൻ, നമ്മുടെ ഈ കുലത്തിന്റെ, ഈ യാദവ കുലത്തിന്റെ യശസ്സിനെ വിസ്തരിച്ചുകൊണ്ടും യശസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ടും അങ്ങ് ഈ കൃഷ്ണനായിപ്പോ ലീല ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രപഞ്ചത്തിന്റെ ആദി കാരണഭൂതന്മാർ, പ്രധാന പുരുഷന്മാർ തന്നെയാണ് ഇപ്പതാ വസുദേവ ദേവകി പുത്രന്മാരായി, അല്ലെങ്കിൽ രോഹിണി പുത്രനുമായി ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃഷ്ണാവതാരത്തിന്റെ പ്രയോജനത്തെ പറഞ്ഞു. നമുക്കിനി തുടർന്നുള്ള ശ്ലോകങ്ങൾ കാണാം. ഇനി പറയുന്നത് തന്റെ ഭാഗ്യത്തെക്കുറിച്ചാണ്. തന്റെ ഗൃഹവും കുലവും എല്ലാം പവിത്രമായി ഭഗവാന്റെ പാദസ്പർശം ആ ഗൃഹത്തിൽ ഉണ്ടായതുകൊണ്ട് എന്നുള്ള ആശയത്തെ വളരെ വിപുലമായിട്ട് അവതരിപ്പിക്കുകയാണ്. അദ്യേശനോ വസതയ ഖലു ഭൂരിഭാഗാഃ യസ്സർവദേവ പിതൃഭൂത നൃദേവ മൂർത്തിഃ യത്പാദശൗചസലിലം ത്രിജഗത്പുനാദി സത്വം ജഗദ്ഗുരുരധോക്ഷജയാ പ്രവിഷ്ടഃ. അദ്യേശനോ വസതയ ഖലു ഭൂരിഭാഗാഃ യസ്സർവദേവ പിതൃഭൂത നൃദേവ മൂർത്തിഃ യത്പാദശൗചസലിലം ത്രിജഗത്പുനാദി സത്വം ജഗദ്ഗുരു അധോക്ഷജ യാ പ്രവിഷ്ടഃ. ഭഗവാനെ സംബോധന ചെയ്യുന്നത് ഈശ എന്ന ഒന്നാമത്തെ വരിയിലും അധോക്ഷജ എന്ന നാലാമത്തെ വരിയിലും. ഹേ ഈശ, ഹേ അധോക്ഷജ, അല്ലയോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനെ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത ശക്തിയായിരിക്കുന്നവനെ. അദ്യ നഹ വസതയഃ ഭൂരിഭാഗാഃ ഖലു. അദ്യ നഹ വസതയഃ, നഹ അസ്മാകം, ഞങ്ങളുടെ വസതികൾ, ഗൃഹങ്ങൾ എന്ന് പറയുമ്പോൾ അക്രൂരന്റെ ഗൃഹത്തിലാണ് ചെന്നതെങ്കിലും അക്രൂരന്റെ അടുത്തടുത്തുള്ളതായിട്ടുള്ള ബന്ധുഗൃഹങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഗൃഹങ്ങളെ അങ്ങ് പവിത്രമാക്കിയിരിക്കണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഭൂരിഭാഗാഃ, അധികം പുണ്യമുള്ളവരായിരിക്കുന്നു, സുഹൃതികളായിരിക്കുന്നു ഈ അങ്ങയെ കാണാനും അങ്ങയെ പൂജിക്കാനും അങ്ങേക്ക് വേണ്ടി ആതിഥ്യമരുളാനും സാധിച്ച ഞങ്ങൾ. ഖലു എന്ന് ഉറപ്പിച്ചു പറയണം. ഭൂരിഭാഗാ ഖലു. അപ്പൊ ഞങ്ങളുടെ ഗൃഹങ്ങൾ എന്തുകൊണ്ട് ഏറ്റവും ഭാഗ്യമുള്ളതായി, ധന്യമായി? അതിന്റെ കാരണം പറയണു. യഹ സർവദേവ പിതൃഭൂത നൃദേവമൂർത്തി യത് പാദ ശൗചസലിലം ത്രിജഗത് പുനാദി. അങ്ങനെയുള്ള ജഗദ്ഗുരു സഹത്വം യാഹ പ്രവിഷ്ട. യാഹ മുമ്പ് പറഞ്ഞതായിട്ടുള്ള വസതയഃ, ഏത് വസതികളിലാണോ അങ്ങ് പ്രവേശിച്ചത്, പ്രവിഷ്ടഃ, ആ പ്രവേശിച്ചതായിട്ടുള്ള ഗൃഹങ്ങൾ. അപ്പൊ ആരാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നതാണ്. ഏതൊരു ഭഗവാനാണോ? യഹ സർവദേവ പിതൃഭൂത നൃദേവ മൂർത്തി. ഭഗവാന്റെ മൂർത്തി ഇവരെല്ലാം കൂടിയതാണ്. ഏതെല്ലാം കൂടിയത്? സർവദേവന്മാര്, സർവപിതൃക്കള്, സർവഭൂതങ്ങള്, സർവനൃദേവന്മാര്.
അപ്പൊ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പൂജയായി എന്നർത്ഥം. സാധാരണ നമ്മൾ പറയാ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാ പറയാ. ഏത് ദേവനെയും നമസ്കരിച്ചാൽ കേശവനിലേക്ക് ചെല്ലുന്നു. ഇവിടെ കേശവനുള്ളതായിട്ട് നമസ്കാരം എല്ലാ ദേവന്മാർക്കുള്ള നമസ്കാരമായി. എങ്ങനെ? മൂലത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ വൃക്ഷത്തിന്റെ എല്ലാ ശാഖകൾക്കുമായി അത്, അല്ലേ? മൂലത്തിൽ നമ്മൾ ജലസേചനം ചെയ്യാറുള്ളൂ. വൃക്ഷങ്ങൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ, തെങ്ങിന് വെള്ളം കൊടുക്കണമെങ്കിൽ, കവുങ്ങിന് വെള്ളം കൊടുക്കണമെങ്കിൽ, വലിയ വൃക്ഷങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കണമെങ്കിൽ വേരിൽ ഒഴിച്ചാൽ മതി. ആ വേരിൽ നിന്നത് എല്ലായിടത്തേക്കും എത്തും. അതുപോലെ ഈ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചവൃക്ഷത്തിന്റെ മൂലം. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം. അപ്പൊ ഈ വിശ്വത്തിന്റെ മൂലമാണ് ഭഗവാൻ. ഈ വിശ്വത്തിലെ സകലത്തിന്റെയും മൂലമാണ് ഭഗവാൻ. നിദാനം ബീജമവ്യയം എന്നൊക്കെ ഭഗവാൻ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സർവദേവന്മാര് നമ്മൾ ദിവസവും കടം വീട്ടാൻ വേണ്ടിയിട്ട് 5 യജ്ഞങ്ങൾ ചെയ്യണം, അല്ലേ? പ്രധാനമായിട്ടും 3 കടങ്ങളാണുള്ളത്: ദേവഋണം, പിതൃഋണം, ഋഷിഋണം. അതിന് ദിവസവും നിത്യകർമ്മങ്ങളായി തർപ്പണാദികളൊക്കെ ചെയ്യണം. അപ്പൊ ഇവിടെ ആ തർപ്പണങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അനേക അക്കൗണ്ടുകളിൽ അനേക EMI ആയി നമ്മൾ അടച്ചുകൊണ്ടിരുന്നതെല്ലാം കൂടി ഒന്നിച്ച് ലോട്ടറി അടിച്ചപ്പോൾ എല്ലാ കടങ്ങളും കൂടി ഒന്നിച്ച് തീർത്തതുപോലെ ഇതൊരു ലോട്ടറി അടിച്ചതാണ്. എന്താ? ഭഗവാൻ വന്നത്, ഭഗവാൻ ഗൃഹത്തിലേക്ക് വന്നത് വലിയൊരു ബമ്പർ പ്രൈസ് കിട്ടി. ആ ബമ്പർ പ്രൈസ് കിട്ടിയതോട് കൂടിയിട്ട് എല്ലാ കടങ്ങളും ഒന്നിച്ചു വീട്ടി. ദേവഋണം, പിതൃഋണം, ഋഷിഋണം എല്ലാം വീട്ടി. അതാണ് സർവദേവ പിതൃഭൂത നൃദേവമൂർത്തി. എല്ലാവർക്കും മുറിഞ്ഞു പോകുന്നുണ്ടോ? ചിലർക്ക് മാത്രമാണോ? എല്ലാവർക്കും കേൾക്കാവോ? മുറിഞ്ഞു പോകാത്ത 1-2 പേരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഞങ്ങൾക്ക് മുറിയുന്നില്ല. അപ്പോൾ നമ്മുടെ കുഴപ്പമില്ല. മുറിയുണ്ടോ? യെസ് എന്ന് പറഞ്ഞാൽ മുറിയുണ്ട് എന്നായിരിക്കും അർത്ഥം. മുറിഞ്ഞു പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മുറിഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? യെസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി ക്ലിയർ. അങ്ങനെ പറയൂ. ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മുറിഞ്ഞു പോകുന്നുണ്ടോ എന്നാണ്. അപ്പൊ യെസ് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകുന്നുണ്ടെന്നായി. അപ്പൊ മാഷ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും വെടുപ്പായിട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. മതി. അപ്പൊ ഭഗവാൻ എന്ത് മൂർത്തിയാണ്? സർവദേവമൂർത്തിയാണ്, സർവപിതൃമൂർത്തിയാണ്, സർവഭൂതമൂർത്തിയാണ്, സർവനൃദേവമൂർത്തിയാണ്. അപ്പൊ ഭഗവാനെ സൽക്കരിക്കുന്നതിലൂടെ, ഭഗവാൻ ഗൃഹത്തിലേക്ക് വന്നതിലൂടെ ഞങ്ങളുടെ ഗൃഹത്തിൽ എല്ലാ ദേവന്മാരും എഴുന്നള്ളിയതുപോലെ, ഞങ്ങളുടെ പിതൃക്കളെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളെ കാണാൻ വന്നതുപോലെ പിതൃക്കളൊക്കെ പ്രസാദിച്ചിരിക്കുന്നു. സർവഭൂതങ്ങളും പ്രസാദിച്ചിരിക്കുന്നു. സർവനൃദേവന്മാരും, നൃദേവന്മാർ രാജാക്കന്മാർ, അപ്പൊ രാജാക്കന്മാരും എല്ലാവരും പ്രസാദിച്ചതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. നമ്മുടെ മഹാബലി ഭഗവാൻ വാമനൻ യാഗശാലയിൽ വന്നപ്പോൾ ഇതേ രീതിയിൽ പ്രശംസിക്കുന്നുണ്ട്. എൻ്റെ പിതൃക്കളെല്ലാം തുഷ്ടരായിരിക്കുന്നു, എൻ്റെ അഗ്നികളെല്ലാം വേണ്ട പോലെ ഹോമിക്കപ്പെട്ടിരിക്കുന്നു,
എൻ്റെ കുലം പവിത്രമായിരിക്കുന്നു, എൻ്റെ കർമ്മങ്ങളെല്ലാം സഫലമായിരിക്കുന്നു, അങ്ങയെപ്പോലൊരു മഹാത്മാവ് എഴുന്നള്ളിയതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അതേ ആശയമാണ് ഇവിടെ. സർവദേവ പിതൃഭൂത നൃദേവമൂർത്തി. അപ്പൊ എല്ലാം ആയിരിക്കുന്ന വിരാട് പുരുഷൻ തന്നെയാണ് ഭഗവാൻ. വിരാട് പുരുഷനിലേക്ക് പൂജിച്ചാൽ എല്ലാവർക്കുമുള്ള പൂജയായി. യത്പാദ ശൗച സലിലം ത്രിജഗത് പുനാതി. യത്പാദ ശൗച സലിലം, ഏതൊരു ഭഗവാന്റെ പാദശൗച സലിലം, പാദത്തെ ശൗചം ചെയ്തതായിട്ടുള്ള വെള്ളം. ബ്രഹ്മദേവൻ ഭഗവാൻ ത്രിവിക്രമനായി 3 ലോകങ്ങളും തന്റെ പാദങ്ങൾ കൊണ്ട് അളന്നപ്പോൾ ഭഗവാന്റെ ഇടത് പാദത്തിന്റെ തള്ളവിരൽ പെരുവിരലിനെ കമണ്ടൽ ജലം കൊണ്ട് കഴുകി ആ ജലം പിന്നീട് സ്വർഗത്തിലും പിന്നീട് ഭൂമിയിലും പാതാളത്തിലും 3 ലോകങ്ങളിലും ചെന്ന് 3 ലോകത്തെയും പവിത്രീകരിച്ചൊഴുകുന്ന ഗംഗയായി മാറി. വിഷ്ണുപതി എന്ന ഗംഗ. അപ്പോ ഏതൊരു ഭഗവാന്റെ പാദം കഴുകിയ ശൗചം 3 ലോകത്തെയും പവിത്രീകരിക്കുന്നുവോ ആ പാദങ്ങളോടുകൂടിയ തീർത്ഥപാദൻ ഞങ്ങളുടെ ഗൃഹത്തിൽ എഴുന്നള്ളിയതുകൊണ്ട് ഞങ്ങളുടെ ഗൃഹങ്ങളും അത്യന്തം പവിത്രമായി. തീർത്ഥപാദനാണ് എഴുന്നള്ളിയിരിക്കുന്നത്, അല്ലേ? 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള പാദധൂളികളോടുകൂടിയവനാണ് ഭഗവാൻ. ആ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ഞങ്ങളുടെ ഗൃഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഭാഗ്യമുണ്ടോ? യത്പാദ ശൗച സലിലം ത്രിജഗത് പുനാതി. അങ്ങനെയുള്ള ഹേ അധോക്ഷജ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അഗോചരനായിരിക്കുന്നവനെ, ഇന്ദ്രിയങ്ങളുടെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയായിരിക്കുന്നവനെ, ജഗദ്ഗുരുഹു സഹത്വം, ലോകത്തിലേക്ക് വെച്ച് പൂജ്യനായ ഏറ്റവും വലിയവനായ ആ അങ്ങ് യാഹാ പ്രവിഷ്ട, ഏത് ഗൃഹങ്ങളെ പ്രവേശിച്ചുവോ അങ്ങനെയുള്ള ഞങ്ങളുടെ വാസസ്ഥാനങ്ങൾ ഇപ്പോൾ ഇതാ അതിപവിത്രങ്ങളായി അതിശുദ്ധമായി ആ ഞങ്ങൾ ധന്യധന്യരായി വർദ്ധിച്ച ഭാഗ്യത്തോടു കൂടിയവരായി ഭൂരിഭാഗാഹ. അപ്പൊ ഞങ്ങളുടെ വസതികളും ഞങ്ങൾ എല്ലാവരും തന്നെ ആ വസതികളിൽ താമസിക്കുന്ന ഞാനും എൻ്റെ ബന്ധുക്കളും എല്ലാവരും തന്നെ അതിധന്യരായി എന്ന് ഭഗവാന്റെ കാരുണ്യത്തെ, ഭഗവാൻ അങ്ങോട്ട് എഴുന്നള്ളിയിരിക്കണം, ഒരിക്കൽ വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പാലിക്കാനായിട്ട് അക്രൂരന്റെ ഗൃഹത്തിലേക്ക് ചെന്നിരിക്കുന്നു. അത് അക്രൂരന് എത്ര ധന്യതയെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു ഗൃഹങ്ങളിലാണോ ഈ ഭഗവാന്റെ ഈ തീർത്ഥപാദനെ കുറിച്ചിട്ടുള്ള സ്മരണകൾ എപ്പോഴും ഉള്ളത്, ആ ഗൃഹങ്ങളും ഇതുപോലെ ധന്യം തന്നെയാണ്. ഏതൊരു ഗൃഹത്തിലാണോ ഈ ഭഗവാന്റെ മൂർത്തികളെ വെച്ച് ഈ ഒരു ഭാവനയോടുകൂടെ പൂജിക്കപ്പെടുന്നത്, ആ ഗൃഹങ്ങൾ അത്യന്തം പവിത്രം. അക്രൂരന്റെ ഗൃഹം മാത്രമല്ല, ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഗൃഹങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെയും ഭഗവാന്റെ മൂർത്തികളെ വെച്ച് ഭക്തിയോടെ ഈ ഭഗവാന്റെ ഈ മൂർത്തി ഉണ്ടല്ലോ, അത് വെറും വെങ്കലം കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയതല്ല, പിന്നെയോ സർവദേവ പിതൃഭൂത നൃദേവ മൂർത്തിയാണ് ഞാൻ പൂജിക്കുന്നത് എന്ന ഭാവനയോട് ആര് പൂജിക്കുന്നുവോ ആ ഗൃഹങ്ങളും ഇതുപോലെ പവിത്രമായി. അദ്യേശനോ വസതയ ഖലു ഭൂരിഭാഗാഃ യസ്സർവദേവ പിതൃഭൂത നൃദേവ മൂർത്തിഃ യത്പാദശൗച സലിലം ത്രിജഗത് പുനാതി സത്വം ജഗദ്ഗുരുരധോക്ഷജ യാഃ പ്രവിഷ്ടഃ കഃ പണ്ഡിതസ്ത്വദപരം ശരണം സമീയാത് ഭക്തപ്രിയാത് ഹൃദഗിരഃ സുഹൃദകൃതജ്ഞാത് സർവാൻ ദദാതി സുഹൃദോ ഭജതോപി കാമാൻ ആത്മാനമപ്യുപചയാപചയൗ നയസ്യ കഃ പണ്ഡിതസ്ത്വദപരം ശരണം സമീയാത് ഭക്തപ്രിയാത് ഹൃദഗിരഃ സുഹൃദകൃതജ്ഞാത് സർവാൻ ദദാതി സുഹൃദോ ഭജതോപി കാമാൻ ആത്മാനമപ്യുപചയാപചയൗ നയസ്യ.
അപ്പോ ഏതൊരു പണ്ഡിതനാണ്, ഏതൊരു വിവേകമുള്ള പുരുഷനാണ് അങ്ങയെ ഭജിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങയെ അല്ലാതെ മറ്റൊരാളെ ശരണം പ്രാപിക്കുക? അങ്ങാണ് ശരണം പ്രാപിക്കേണ്ടവൻ, എല്ലാം തികഞ്ഞവൻ, പൂർണ്ണൻ. അങ്ങയെ ശരണം പ്രാപിച്ചാലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ആത്യന്തികമായിട്ടുള്ള നിവൃത്തി. അങ്ങനെ ഇരിക്കെ അങ്ങയെ വിട്ട് നിസ്സാരന്മാരെ ആരെങ്കിലും ശരണം പ്രാപിക്കുമോ? അല്ലേ? നാരായണീയത്തില് അന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം ഉണ്ടല്ലോ. അതിൽ പറയൂല്ലോ, ഏതേ താവദ്വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമീനം ഗുരുഭവനപുരാധീശമേവാശ്രയാമഃ. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാദിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമീനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഃ. അല്ലേ? ദുർലഭ്യവസ്തുന്യപി ഏവം ദുർലഭ്യവസ്തുന്യപി സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വം അത് ദുർലഭ്യ വസ്തുവാണെന്ന് സൂചിപ്പിച്ചു. എല്ലാ വേദങ്ങളാലും സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തു, എല്ലാവരാലും അന്വേഷിക്കപ്പെടുന്നതായിട്ടുള്ള വസ്തു, അങ്ങനെയുള്ള ദുർലഭ്യ വസ്തു അപി ഏവം ദുർലഭ്യ വസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ. ഇവിടെ ഇപ്പോ ഗുരുവായൂരപ്പനായി ഹസ്തത്തിൽ ലഭിച്ചിട്ടും കയ്യിൽ കിട്ടിയിട്ടും സുലഭമായി കിട്ടിയിട്ടും ക്ഷുദ്ര ജനങ്ങൾ ക്ഷുദ്രതായേവ ജനങ്ങളുടെ അല്പത കൊണ്ട് മറ്റു പലതിനെയും ഭജിക്കുന്നു. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ. അന്യത് തന്വാ വാചാ ധിയ കായേന വാചാ മനസാ ഭജതി ക്ഷുദ്രതൈവ സ്ഫുടേയം. യം സ്ഫുടാ ക്ഷുദ്രതായവ വ്യക്തമായിട്ടുള്ള അല്പത്തരമാണിത്, അറിവില്ലാത്ത മൗഢ്യമാണിത്. ക്ഷുദ്രതൈവ സ്ഫുടേയം. എന്നാൽ ഞങ്ങളെപ്പോലെ അല്പം വിവേകമുള്ളവർ, ഭാഗ്യവാന്മാർ, ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഃ. ഈ ഞങ്ങളാവട്ടെ ഇപ്പോൾ സ്ഥിരതരമനസ ഉറച്ച ബുദ്ധിയോടുകൂടി നിശേഷാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ഭജിക്കുന്നു. വേറൊന്നിനെയും ഞങ്ങൾ ഭജിക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യം, ആ ഭാഗ്യത്തെ ഞങ്ങൾ വേണ്ട രീതിയിൽ അറിഞ്ഞുപയോഗിക്കുന്നു. സുവർണ അവസരത്തെ ഞങ്ങൾ പാഴാക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഈ സുവർണ അവസരം കിട്ടിയിട്ടും അതിനെ കൈവിട്ട് കളയുന്നു. അവർ മൂഢജനങ്ങൾ, ക്ഷുദ്രതയാണ് അവരുടെ, അല്പത്തരമാണ്, അറിവില്ലായ്മയാണ് എന്ന് പറയും പോലെയാണ് ഇവിടെ. കഃ പണ്ഡിതഃ ത്വദപരം ശരണം സമീയാത്
ഭക്തപ്രിയാത് ഋതഗിരഃ സുഹൃദഃ കൃതജ്ഞാത്. കഃ പണ്ഡിതഃ ത്വദപരം ശരണം സമീയാത്. പണ്ഡിതഃ കഃ, പണ്ഡിതൻ എന്നാൽ ആരാ? തത്വമറിയുന്നവൻ, സത്യമറിയുന്നവൻ, മൂഢനല്ലാത്തവൻ, മോഹിതനല്ല, നിസ്സാര ലോകവിഷയങ്ങളിൽ ഭ്രമിക്കാത്തവൻ, ഈ ലോകം അനിത്യം അസുഖമാണെന്ന് അറിഞ്ഞിരിക്കുന്നവൻ, അവനാണ് പണ്ഡിതൻ. അപ്പൊ അനിത്യവും അസുഖവുമായ ഈ ലോകത്തെ പ്രാപിച്ചാൽ ആരെയാണ് ഭജിക്കേണ്ടത് എന്ന് നല്ല വകതിരിവുള്ളവൻ. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന ഭഗവാന്റെ വചനം അവന്റെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവൻ വേറൊന്നിനെയും ഭജിക്കാൻ പോകുന്നില്ല. എന്താണ് വസ്തുത എന്നറിഞ്ഞവനാണ് പണ്ഡിതൻ. പണ്ഡാ ആത്മവിഷയം ജ്ഞാനം അസ്യ അസ്തീതി പണ്ഡിത. ആത്മവിഷയം ജ്ഞാനം, അതാണ് പണ്ഡാ. ആ പണ്ഡ ആർക്കുണ്ടോ അവൻ പണ്ഡിതൻ. അപ്പോ ഭഗവാന്റെ തത്വമറിയുന്ന, സത്യത്തെക്കുറിച്ച് അറിയുന്ന, എന്താണ് റിയാലിറ്റി എന്നറിയുന്ന ഒരാൾ പണ്ഡിതഃ കഃ, ഏതൊരു പണ്ഡിതനാണ്? ത്വദപരം ശരണം സമീയാത്. ത്വദപരം അങ്ങയിൽ നിന്ന് അപരമായിട്ട്, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു ശരണത്തെ പ്രാപിക്കുക. സംഇയാത്, സമ്യക് ഇയാത്, നന്നായി പ്രാപിക്കുക. അപ്പോ അങ്ങയെ വിട്ടിട്ട്, എന്നാൽ പണ്ഡിതന്മാർ അത് ചെയ്യുകയില്ല. അറിവില്ലാത്ത ബാലന്മാരാണത് ചെയ്യുക. അപ്പൊ കഃ പണ്ഡിതസ്ത്വദപരം ശരണം സമീയാത്. ആരാണ് ഈ ഭഗവാൻ? ത്വദപരം എന്ന് പറഞ്ഞല്ലോ. ആ ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? ഭജതഃ സുഹൃത. അപ്പോ ആരാണ് ഈ ഭഗവാൻ? ഭജതഃ സുഹൃതഃ, ഭജിക്കുന്ന, ഭഗവാനെ ഭജിക്കുന്ന സുഹൃത്തിന്റെ സർവാൻ അഭികാമാൻ ദദാതി, എല്ലാ കാമങ്ങളെയും അഭീഷ്ടങ്ങളെയും നൽകുന്നു. ഇനി ഭജതഃ സുഹൃതഃ എന്നുള്ളതിന് മറ്റൊരു അർത്ഥം, ഭഗവാനെ ഭജിക്കുന്നവൻ ഭഗവാന്റെ ഭക്തൻ. ഭക്തന്റെ സുഹൃത്ത് പറയുന്നത് പോലും ഭഗവാൻ കൊടുക്കും. ഭഗവാന്റെ ഭക്തന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നത് പോലും കൊടുക്കും. കാരണം എന്റെ ഭക്തന്റെ സുഹൃത്താണ്. അതുകൊണ്ട് അയാളും നിരാശപ്പെടാൻ പാടില്ല. അയാളും എന്നെ ഭജിക്കാൻ ഈ ഭക്തനെ പോലെ തന്നെ ആവണം. അതുകൊണ്ട് അവനെ നിരാശപ്പെടുത്തരുത് എന്ന് കരുതി ഭക്തന്റെ സുഹൃത്തിനെ പോലും അയാളുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിച്ചു കൊടുക്കുന്നു. ഭജതഃ സുഹൃതഃ സർവാൻ അഭികാമാൻ ദദാതി. ഇനി ആ ഭക്തനെ ഭജിക്കുന്നവന് ആത്മാനം അഭിദദാതി, തന്നെ തന്നെ നൽകുന്നു. തന്നെ തന്നെ നൽകുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള യസ്യ ഉപചയ അപചയവും ന, ഏതൊരു ഭഗവാനാണോ ഉപചയവും അപചയവും ഇല്ലാത്തത്. ഉപചയം വൃദ്ധി, അപചയം ക്ഷയം. അപ്പൊ വൃദ്ധിക്ഷയങ്ങളില്ലാതെ എപ്പോഴും ഒരുപോലെ ഇരിക്കുന്ന, അനന്തനായിരിക്കുന്ന, പൂർണ്ണനായിരിക്കുന്ന ആ ഭഗവാൻ. കൃതജ്ഞാത്, ഭഗവാൻ കൃതജ്ഞനാണ്. നമ്മള് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അറിയുന്നവനാണ്, എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നവനാണ്. അങ്ങനെ ആർക്ക് നമ്മൾ ഉപകാരം ചെയ്താലും അത് തിരിച്ചറിയുന്നവനാണ് ഭഗവാൻ. അത് തനിക്ക് ചെയ്തതായി തന്നെ എടുക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള കൃതജ്ഞാത്. അതുപോലെ സുഹൃദഃ, നമ്മുടെ സുഹൃത്താണ് ഭഗവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവനാണ്, നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്, നമ്മുടെ മിത്രമാണ്. അതുപോലെ ഋതഗിരഃ, ഋതഗിരഃ ഭക്തപ്രിയാത് ഋതഗിരഃ, ഭക്തപ്രിയനും ഋതഗിരനും. ഋതഗിരഃ എന്ന് പറഞ്ഞാല് സത്യവാക്ക് എന്നർത്ഥം. ഋതം എന്നാൽ ഇവിടെ സത്യം, ഗിരഹ എന്ന് പറഞ്ഞാൽ വാക്കുകൾ, അല്ലെങ്കിൽ വാക്ക് എന്നുള്ളതിന്റെ ഷഷ്ടി, പഞ്ചമി ഷഷ്ടി, ഋതഗിരഹ. ആ സത്യവാക്കുമായിരിക്കുന്ന ഭക്തപ്രിയാത്, ഭക്തപ്രിയനുമായിരിക്കുന്ന
ത്വത് അപരം എന്നർത്ഥം. ത്വത് അപരം, അങ്ങയിൽ നിന്ന് അന്യനേ കഹ പണ്ഡിത ശരണം സമീയാത്. ഏതൊരു പണ്ഡിതൻ ശരണം പ്രാപിക്കും? അപ്പോ ശരണം പ്രാപിക്കുകയാണെങ്കിൽ കൃഷ്ണനെ തന്നെയാണ് ശരണം പ്രാപിക്കാൻ ഉത്തമം. നമ്മൾ ശരണം പ്രാപിക്കുന്നത് എല്ലാ യോഗ്യതകളും നോക്കിയിട്ട് വേണം. എന്തെങ്കിലും കുറവുള്ളവരെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് ശരണം കിട്ടി എന്നൊക്കെ തോന്നും, പക്ഷെ എപ്പോ വേണമെങ്കിലും അവർ നമ്മളെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഏറ്റവും യോഗ്യരായിരിക്കുന്ന, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത ആളുകളെ വേണം ശരണം പ്രാപിക്കാൻ. അല്ലേ? ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വേണം ശരണം പ്രാപിക്കാൻ. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ആര് ശരണം പ്രാപിച്ചാലും അഭയം കൊടുക്കുന്നത് ഭഗവാന്റെ വ്രതമാണ്. ഭഗവാന് അതിൽ യാതൊരു ശങ്കയുമില്ല, രണ്ടാമതൊരാലോചനയുമില്ല. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. അപ്പൊ അത് രാവണ സഹോദരനായാലും വാനരനായാലും പക്ഷിയായാലും ഗുഹനായാലും ആരാണെങ്കിലും തന്നെ ശരണം പ്രാപിച്ചാൽ അത് മാരീചനായിട്ടും ശരണം പ്രാപിച്ചു, ശരണം കൊടുത്തു. അപ്പൊ തന്നെ ശരണം പ്രാപിക്കുന്നവർക്കൊക്കെ ശരണം കൊടുക്കുക, അഭയം കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ വ്രതമാണ്. ഒരിക്കലും കൈവിടുകയില്ല. ഒരിക്കൽ ഭഗവാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭഗവാൻ രക്ഷിച്ചു കൊള്ളും. അപ്പോ ആ രാമനും കൃഷ്ണനും ഒന്നു തന്നെയാണ്. ഇന്ന് രാമാവതാരം ആയതുകൊണ്ട് ആ രാമഭഗവാനെ സ്മരിച്ചു. അപ്പൊ അതുകൊണ്ട് എല്ലാം തികഞ്ഞവനാണ്. നമ്മൾക്ക് ഭജിക്കുന്ന നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ സുഹൃത്തുക്കൾക്കും അവർക്കും വേണ്ടതെല്ലാം കൊടുക്കും. അവർക്കും ആപത്ത് വരാതെ സംരക്ഷിക്കും. തന്നെ നൽകും. നമ്രാണാം സന്നിധത്സേ സതതമപി തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലഃ പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോജം. ഈ ആശയം തന്നെയാണ് മേൽപ്പത്തൂര് അങ്ങനെ പാടിയത്. അങ്ങയുടെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നവർക്ക് കൽപ്പവൃക്ഷമാകുന്നു. നമ്രാണാം സന്നിധൽസേ സതതമപി തൈരനഭ്യർത്ഥിതാനഭിയർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. അവര് പ്രാർത്ഥിക്കാത്ത കാര്യങ്ങളെ പോലും, അർത്ഥകാമങ്ങളെല്ലാം അങ്ങ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തം നിശേഷലഭ്യോ നിരവധിക ബലഃ പാരിജാതഃ. ഇങ്ങനെ അനവധികമായിട്ടുള്ള ഫലത്തോടു കൂടിയവനായ പാരിജാത വൃക്ഷമാകുന്നു അങ്ങ്. ഹരേ ത്വം. അങ്ങനെ എല്ലാം തികഞ്ഞ പാരിജാതമായ അങ്ങിരിക്കുമ്പോൾ, ചോദിച്ചതെല്ലാം നൽകുന്ന അങ്ങിരിക്കുമ്പോൾ, അറിവില്ലാത്ത മൂഢന്മാർ ക്ഷുദ്രം തം ചക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്തിവ്രജോയം. ഈ ലോകത്തിലെ അർത്ഥികളായിരിക്കുന്ന കൂട്ടങ്ങൾ, മൂഢന്മാരായിരിക്കുന്നവർ സ്വർഗലോകത്തിലെ കൽപ്പവൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കിട്ടണമെങ്കിൽ അവിടെ പോണം. ഇന്ദ്രന് സന്തോഷമാവണം. ഇന്ദ്രനെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ആ പാരിജാത വൃക്ഷം നമുക്ക് കിട്ടുള്ളൂ. ഈ കൃഷ്ണൻ തന്നെ സത്യഭാമയോടുകൂടി പോയി പാരിജാത വൃക്ഷം എടുക്കാൻ പോയപ്പോൾ തടഞ്ഞ ആളാണ് ഇന്ദ്രൻ. അത്ര അസൂയയും കുലിഷ്ടും കുശുമ്പും മത്സരവും അഹങ്കാരവും ഉള്ള ആളാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലെ കൽപ്പവൃക്ഷം കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. സുലഭമായി ലഭിച്ചിരിക്കുന്ന കൽപ്പവൃക്ഷമായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ആ ഭഗവാനെയാണ് ഭജിക്കേണ്ടത് എന്ന് മേൽപ്പത്തൂർ പറഞ്ഞത് ഇവിടുന്നാണ്. ഇതാണ് സോഴ്സ്. ഇതുപോലെയുള്ളതായിട്ടുള്ള അനേക ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ട്. ഇത് മുഴുവൻ ആറ്റിക്കുറുക്കിയാണ് മേൽപ്പത്തൂര് നാരായണീയമാക്കിയത്. അപ്പോൾ കൃഷ്ണനെയാണ് ഭജിക്കേണ്ടത്. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം സർവ ഐശ്വര്യ പരിപൂർണനാണ് ഭഗവാൻ. ഒന്നിനും കുറവില്ലാതെ എല്ലാ നന്മകളുടെയും വിളനിലമാണ് ഭഗവാൻ. കാരുണ്യമൂർത്തിയാകും. അപ്പൊ പിന്നെ ആ കാരുണ്യമൂർത്തിയായ ഭഗവാനെ അല്ലേ ഭജിക്കേണ്ടത്? അപ്പോൾ ഏതൊരു പണ്ഡിതനാണ് അങ്ങയിൽ നിന്ന് അന്യനായിട്ട്
അല്പന്മാരായിട്ടുള്ള മറ്റുള്ളവരെ ഭജിക്കുക, അങ്ങെല്ലാം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ, മൂഢജനങ്ങൾ തന്നെയാണ് അത് ചെയ്യുക. ചില ആൾക്കാരുണ്ടല്ലോ അല്ലേ, ഈ രാജ്യം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും അവർ പറ്റിക്കൊണ്ട് നിസ്സാരമായിട്ടുള്ള പ്രയോജനങ്ങൾക്ക് വേണ്ടി, 2 വെള്ളിക്കാശിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ മാതിരി ശത്രുപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ പ്രിവിലേജസിനെ, സൗഭാഗ്യങ്ങളെ ഒന്നും തിരിച്ചറിയാതെ എന്നിട്ട് അവസാനം ട്രാപ്പിലാവുന്നു, അവസാനം കയ്യും കാലൂട്ട് അടിക്കുന്നു. രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞിട്ട്. മൂഢന്മാരുടെ പ്രവൃത്തികളാണ്. അപ്പൊ കഫ് പണ്ഡിതസ്ത്വതപരം ശരണം സമീയാത് ഭക്തപ്രിയാത് ഹൃദഗിരഃ സുഹൃദകൃതജ്ഞാത് സർവാൻ ദദാതി സുഹൃദോ ഭജതോപി കാമാൻ ആത്മാനമപ്യുപജയാപജയൗ നയസ്യ. ഇവിടെ ഭഗവാൻ ഹൃദഗിരഃ എന്ന് ഉറപ്പിച്ച് പറയാമാർക്ക് അക്രൂരന്. എന്തുകൊണ്ട്? വാക്ക് പറഞ്ഞു, പാലിച്ചു. അക്രൂരൻ മുമ്പേ വിളിച്ചപ്പോ ഞാൻ വരാം, കുറച്ച് തിരക്കുകളുണ്ട്, തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ ഭഗവാൻ വാക്ക് പാലിച്ചു. ഭഗവാൻ വേണമെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കാം. മധുരാപുരിയുടെ കിരീടം വെക്കാത്ത രാജാവാണ് ഭഗവാൻ അല്ലെ. ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പ്രിവിലേജസും ആർക്കുണ്ട്? കൃഷ്ണനുണ്ട്. രാജാതിരാജനാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് വേണമെങ്കിൽ അക്രൂരനെ മൈൻഡ് ചെയ്യാതിരിക്കാം. കംസന്റെ ദൂതനായി വന്ന അയാളുടെ ഗൃഹത്തിലേക്ക് ഞാൻ എന്തിന് പോകണം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ സത്യം പറഞ്ഞത് പാലിച്ചു. ഹൃദഗിരഃ. അതുപോലെ തന്നെ കൃതജ്ഞാത്, കൃതം ജാനാതീതി കൃതജ്ഞഃ. ആര് എന്ത് ചെയ്യുന്നുവോ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നവനാണ് ഭഗവാൻ. അപ്പോ അക്രൂരൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും നല്ലതുപോലെ അറിയുന്ന അക്രൂരന്റെയും അന്തരാത്മാവും കൂടിയാണ് ഭഗവാൻ. അപ്പൊ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെ എല്ലാവരുടെയും വെൽവിഷറാണ്, സുഹൃത്താണ്, തന്നെ തന്നെ നൽകുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ അല്ലാതെ പിന്നെ ആരെയാണ് ഭജിക്കുക? വീണ്ടും തന്റെ ഭാഗ്യത്തെ എടുത്തു പറഞ്ഞ് ഭഗവാനോടൊരു പ്രാർത്ഥന. എന്നെ മായ നീക്കി ഏകത്വബോധമുള്ളവനാക്കി തീർക്കണേ. സത്യം പരം ധീമഹി. അതാണ് അക്രൂരിന്റെയും പ്രാർത്ഥന. ദിഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ നഃ പ്രതീതോ യോഗേശ്വരൈരപി ദുരാപഗതി സുരേശൈഃ ചിന്ത്യാശു നഃ സുതകളത്രദനാപ്തഗേഹദേഹാദിമോഹരശലാം ഭവദീയമായാം. ദിഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ നഃ പ്രതീതോ യോഗേശ്വരൈരപി ദുരാപഗതി സുരേശൈഃ ചിന്ത്യാശു നഃ സുതകളത്രദനാപ്തഗേഹദേഹാദി മോഹരശലാം ഭവദീയമായാം. അപ്പോ പ്രാർത്ഥനയാണ്. ഭവദീയമായാം ആശുഛിന്തി. ഭവദീയമായ മായയെ പെട്ടെന്ന് തന്നെ ഛേദിച്ചാലും. അപ്പൊ ഭഗവാന്റെ തന്നെ ആ മായാശക്തി കൊണ്ടാണ് നമുക്ക് വിസ്മൃതി ഉണ്ടാവുന്നത്. ഭഗവാന്റെ മായാശക്തിക്ക് എല്ലാ ഭാവവുമുണ്ട്. സ്മൃതിയുമുണ്ട്, വിസ്മൃതിയുമുണ്ട്. ഭഗവാൻ ഗീതയിൽ പറയണ്ടല്ലോ, മത്തസ്മൃതിർ ജ്ഞാനമപോഹനം ച.
മത്തഃ സ്മൃതിഹി ജ്ഞാനം അപോഹനം ച. എന്നിൽ നിന്നാണ്, എന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും സ്മൃതി ഉണ്ടാകുന്നത്. വാസുദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ചിത്തത്തില് നമ്മൾ മുമ്പ് അനുഭവിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയായി, അറിവായി രക്ഷിക്കപ്പെടുന്നത്. വാസുദേവൻ പിണങ്ങിയാൽ ഒരു സ്മൃതിയും ഉണ്ടാവില്ല, ചിത്തഭ്രമം ബാധിച്ചവരായി തീരും. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സ്മൃതി ഉണ്ടാവുന്നത്. ആ ഭഗവാന്റെ ശക്തി, മായാശക്തിക്ക് രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് ആവരണം, മറ്റൊന്ന് വിക്ഷേപം, അല്ലെങ്കിൽ വിദ്യ അവിദ്യ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ആ അവിദ്യാശക്തി കൊണ്ടാണ് വിസ്മൃതി ഉണ്ടാക്കുന്നത് ഭഗവാൻ. ആവരണ ശക്തി കൊണ്ടാണ് വിസ്മൃതി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ദേഹാദികളിലുള്ള ആത്മബോധത്തെ വിക്ഷേപിക്കുകയും ചെയ്യുന്നു. ആത്മബോധത്തെ വിസ്മരിപ്പിച്ച് മറച്ച് ആവരണം ചെയ്ത് ആത്മാവ് എന്താണെന്നറിയാത്തത് കൊണ്ട്, ഞാൻ ആരാന്നറിയാത്തത് കൊണ്ട് കിട്ടിയതിനെ ഞാനെന്ന് കരുതി, ആത്മതത്വം അറിയുന്നില്ല, അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ ദേഹാദികൾ ഞാനെന്ന് കരുതി. അതാണ് വിക്ഷേപശക്തി. അപ്പൊ ഭഗവാന്റെ തന്നെ മായാശക്തിയുടെ ആവരണ വിക്ഷേപ ശക്തികളാൽ ബാധിക്കപ്പെട്ടിട്ടാണ് നമുക്ക് സ്വയം മറന്നിരിക്കുന്നത്. ആ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചാലേ ഭഗവാന്റെ ഈ മായ നീങ്ങി ഈ സത്യം നമുക്ക് എപ്പോഴും പ്രകാശിക്കുള്ളൂ. അല്ലേ? ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. സ്വർണമയമായ പാത്രം കൊണ്ട് സത്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, സത്യത്തിന്റെ മുഖം മറയപ്പെട്ടിരിക്കുന്നു. അതിനെ തുറന്നു തരാനായിക്കൊണ്ട് ഹേ പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. അല്ലയോ പൂഷാവേ, സൂര്യഭഗവാനോടുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ ആവരണത്തെ, ഈ മൂടിയെ, ഈ സ്വർണമയമായ മൂടിയെ നീക്കിത്തന്നാലും അപാവൃണു സത്യധർമായ ദൃഷ്ടയെ, സത്യധർമ്മനായ എനിക്ക് കാണുവാനായിക്കൊണ്ട്, ആ പരമസത്യത്തെ കാണുവാനായിക്കൊണ്ട്. അത് ഉപനിഷത്തിന്റെ പ്രാർത്ഥന. അതുതന്നെയാണ് ഇവിടെ മായയെ നീക്കിത്തരാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ തന്നെ ഗീതയിലും പറയുന്നുണ്ട്, ദൈവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. എന്റെ ദൈവീയായിട്ടുള്ള ഗുണമയീയായിട്ടുള്ള മായ ദുരത്യയാണ്, തരണം ചെയ്യാൻ വളരെ ക്ലേശമാണ്. എന്നാൽ ആരാണോ മാമേവ ഏ പ്രപദ്യന്തേ, എന്നെ തന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, അവര് ഈ മായയെ തരണം ചെയ്യുന്നു. ഏതാം മായാം തരന്തി. അപ്പൊ അതാണ് ഇവിടെ അക്രൂരന്റെ പ്രാർത്ഥന. എന്റെ മായയെ, എന്നിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മായയെ അങ്ങ് നീക്കിത്തന്നാലും ആശുച്ഛിന്തി, എന്നെ മറച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന തിരശ്ശീലയെ നീക്കിത്തന്നാലും. അപ്പോ എന്താ പ്രാർത്ഥിക്കുന്ന? ഭഗവാന്റെ പേര് തന്നെ ജനാർദ്ദനൻ, ജനയെ അർദ്ദിക്കുന്നവൻ. ജന എന്നാൽ മായ തന്നെയാണ്. അപ്പൊ മായയെ മർദ്ദിച്ച് നീക്കുന്നവൻ, മായാനിവർത്തകൻ. ഹേ ജനാർദ്ദന, ഹേ മായാനിവർത്തക, യോഗേശ്വരൈഹി സുരേശൈഹി ദുരാപഗതിഹി ഭവാൻ. ഭവാൻ കീദൃശഃ? യോഗേശ്വരൈഹി, അതി നിപുണന്മാരായിട്ടുള്ളവർ യോഗത്തിൽ. അപ്പൊ യോഗാഭ്യാസാദികൾ കൊണ്ട് അതിനിപുണന്മാരായിട്ടുള്ളവരും, സുരേശൈഹി ഇന്ദ്രാദി ദേവന്മാരാലും, ദുരാപഗതിഹി അങ്ങയെ ഗമിക്കുവാൻ ദുരാപമാണ്, ക്ലേശമാണ്. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ.
യസ്യാന്തം ന വിദു സുരാസുരഗണാഃ. ഏതൊരുവന്റെ വാസ്തവത്തെക്കുറിച്ച്, പൊരുളിനെക്കുറിച്ച്, അന്തത്തെക്കുറിച്ച് ദേവാസുരഗണങ്ങൾ പോലും അറിയുന്നില്ലയോ. അത് തന്നെയാണ് ഇവിടെ സുരേശൈഹി യോഗേശ്വരൈഹി ദുരാപഗതിഹി. പ്രാപിക്കാൻ കഴിയാത്ത ഗതിയോടുകൂടിയവനാണ് ഭവാൻ അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് നഹ ഇഹ പ്രതീതഃ ദിഷ്ട്യാ. നഹ അസ്മാകം ഇഹ ഇവിടെ പ്രതീതഃ പ്രത്യക്ഷഃ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്നർത്ഥം. പ്രതി ഇതഃ. ഇതഃ എന്ന് പറഞ്ഞാൽ ഗതഃ, ഇണ് ഗതൗ. അത് പ്രതി എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പിൽ. പ്രത്യക്ഷം അക്ഷം പ്രതി, അക്ഷത്തിന്റെ മുമ്പിൽ, ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ സുലഭനായി വന്നു നിൽക്കുന്നു, പ്രതീതനായിരിക്കുന്നു. അപ്പൊ ഇഹ പ്രതീത എന്തുകൊണ്ട്? ദിഷ്ട്യ, ഭാഗ്യം കൊണ്ട്, ഞങ്ങളുടെ പുണ്യം കൊണ്ട്. അങ്ങനെയുള്ള അപ്പോ മറ്റുള്ളവർക്കൊക്കെ ദുർലഭനും ദുരാപനുമായിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്കിതാ സുലഭനായി മുമ്പിൽ വന്നു നിൽക്കുന്നു. അങ്ങനെയുള്ള അങ്ങയോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ നമ്മുടെ സൈരന്ധ്രിയുടെ പ്രാർത്ഥനയും അക്രൂരന്റെ പ്രാർത്ഥനയും തമ്മിലൊന്ന് നോക്കുക. സൈരന്ധ്രി എന്താ പ്രാർത്ഥിച്ച്? എപ്പോഴും ഇവിടെ തന്നെ താമസിക്കൂ, അങ്ങേ വിടാൻ പറ്റുന്നില്ല, അങ്ങ് പ്രത്യക്ഷനായി തന്നെ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്റെ കൂടെ രമിച്ചുകൊണ്ട് ഇവിടെ കഴിയൂ. അക്രൂരം പ്രാർത്ഥിക്കുന്നതോ അതിന് വിപരീതമായിട്ടുള്ളതാണ്. ഈ ദേഹാദികളിലുള്ളതായിട്ടുള്ള ഭ്രമത്തെ നശിപ്പിച്ചു തരാനാ പറയുന്നത്. അതാണ് സുതകളത്ര ധനാപ്ത ഗേഹദേഹാദി മോഹരശനാം ഭവദീയമായാം ആശുഛിന്തി. ഇപ്പൊ ഭഗവാന്റെ മായ ഒരു കയറിന്റെ രൂപത്തിലാണ്, പാശരൂപത്തിലാണ്. സ്നേഹപാശം, കാണാൻ പറ്റുന്ന കയറല്ല, കയറില്ലാതെ കെട്ടിയിടുക. അതാണ് പരിപാടി. എന്തൊക്കെ കൊണ്ടാണ് കെട്ടുന്നത്? എന്തിലൊക്കെയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്? സുത കളത്ര ധന ആപ്ത ഗേഹ ദേഹാദി മോഹരശനാം. സുത ശബ്ദം കൊണ്ട് മക്കള്, പുത്രേഷണ, പുത്രന്മാരോടുള്ളതായിട്ടുള്ള സ്നേഹാധിക്യം, മമത, അതൊരു കയറാണ്. അപ്പൊ പുത്രരൂപത്തില്, കളത്ര രൂപത്തില് ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാര് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ. അപ്പൊ തിരിച്ചും ഭാര്യമാർക്ക് ഭർത്താവും. അപ്പൊ കളത്രം ധനം, ഞാൻ സമ്പാദിച്ച എന്റെ ധനം. ഒന്നുകിൽ എനിക്ക് പിതൃപൈതാമഹമായി ദായക്രമത്തിൽ കിട്ടിയതായിട്ടുള്ളത്, എന്റെ ജന്മനാ കിട്ടിയത്, പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. ഇങ്ങനെയുള്ള അഭിമാനം, ധനത്തിലുള്ളതായിട്ടുള്ള ആസക്തി. അതുപോലെ തന്നെ ആപ്തം എന്ന് പറഞ്ഞാൽ ബന്ധുക്കള്, ആപ്തന്മാര്, ബന്ധുജനങ്ങള്, മിത്രങ്ങള്, സുഹൃത്തുക്കള്, അവരുടെ നേരെയൊക്കെ ഉള്ളതായിട്ടുള്ള ഭ്രമം. ഗേഹ, ഗൃഹത്തിലുള്ളതായിട്ടുള്ള മമത. ദേഹത്തിലുള്ളതായിട്ടുള്ള ആസക്തി, ദേഹത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ. ഇതെല്ലാം എന്താണ്? മോഹരശനയാണ്, മോഹമാകുന്ന കയറ്. തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കെട്ടുന്നതാണിത്. ഇതൊക്കെ നമുക്ക് സുഖവും സെക്യൂരിറ്റിയും തരും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ അങ്ങോട്ട് പിടിച്ചതാണ്, ആരും ഇങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. മോഹം കൊണ്ട് നമ്മൾ മുറുക്ക പിടിച്ചിരിക്കുന്നു. അപ്പോ സുതകളത്രധനാപ്തഗേഹദേഹാദിമോഹരശനാം ഭവദീയമായാം. അത് ഭവദീയമായ മായയാണ്. അങ്ങയുടെ മായയെ ആശുഛിന്തി, പെട്ടെന്ന് ഛേദിച്ചു തരൂ. അപ്പൊ ഈ നാനാത്വ നാമരൂപാത്മകമായ ഈ ജഗത്തിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്ന് കരുതുന്നതായിട്ടുള്ള വസ്തുക്കളിൽ ഒക്കെ ഉള്ളതായിട്ടുള്ള ഭ്രമത്തെ, മോഹത്തെ തീർത്ത് ഏകത്വബോധം നൽകിയാലും സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ ഞങ്ങൾ ദർശിക്കുമാറാകട്ടെ. പരമസത്യബോധം ഞങ്ങൾക്ക് എന്നും കൂടെയുണ്ടാവട്ടെ, അനുഗ്രഹമാകട്ടെ. ആ സത്യബോധമില്ലായ്മ കൊണ്ടാണ് നമ്മളിപ്പോ ഈ മായയിൽ കിടന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
സത്യത്തെ ദർശിക്കുന്ന മാത്രയിൽ ഈ മായാമോഹങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി പോകും. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. അങ്ങിതാ ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു. എത്രയോ യോഗേശ്വരന്മാർക്കും ദേവന്മാർക്ക് പോലും ദുരാപനാണ്. അങ്ങനെയുള്ള അങ്ങ് എനിക്ക് ചെയ്തു തരേണ്ടത് എൻ്റെ ഈ മോഹപാശങ്ങളെ ഛേദിച്ചു തരിക, അങ്ങയുടെ മായയെ ഛേദിച്ചു തരിക. ദിഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ നഃ പ്രതീതോ യോഗേശ്വരൈരപി ദുരാപഗതി സുരേശൈഃ ചിന്യാശു നസ്സുതകളത്രധനാപ്തഗേഹദേഹാദിമോഹരശനാം ഭവദീയമായാം. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള അക്രൂരസ്തുതി. ഈ അധ്യായത്തില് 11 ശ്ലോകങ്ങൾ. മുൻ 40-ാം അധ്യായത്തിൽ 30 ശ്ലോകങ്ങളെ കൊണ്ട് അക്രൂരൻ സ്തുതിച്ചതിന്റെ അനെക്സ് അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ശ്രീശുക ഉവാച ഇത്യർച്ചിതഃ സംസ്തുതശ്ച ഭക്തേന ഭഗവാൻ ഹരിഃ അക്രൂരം സസ്മിതം പ്രാഹ ഗീർഭിഃ സമ്മോഹയന്നിവ. ശ്രീശുക ഉവാച ഇത്യർച്ചിതഃ സംസ്തുതശ്ച ഭക്തേന ഭഗവാൻ ഹരിഃ അക്രൂരം സസ്മിതം പ്രാഹ ഗീർഭിഃ സമ്മോഹയന്നിവ. സുഖബ്രഹ്മർഷി കഥ തുടരുന്നു. ഇത്ര നേരം അക്രൂരന്റെ സ്തുതിയായിരുന്നല്ലോ, അപ്പൊ ഇനി കഥയാണ്. ഭക്തേന ഇതി അർച്ചിതഃ സംസ്തുതഃ ച ഭഗവാൻ ഹരിഃ. ഭക്തനായ അക്രൂരനാൽ ഇതി ഇപ്രകാരം അർച്ചിതഃ പൂജിതഃ സംസ്തുതഃ സമ്യക് സ്തുതഃ നന്നായി സ്തുതിക്കപ്പെട്ടവനുമായിരിക്കുന്ന ഭഗവാൻ ഹരിഃ സർവൈശ്വര്യ പരിപൂർണനും എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെയും പാപങ്ങളെയും അജ്ഞാനത്തെയും എല്ലാം ഹരിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാൻ ഇവിടെ ശ്രീകൃഷ്ണൻ ഗീർഭിഃ സമ്മോഹയന്നിവ വാക്കുകളെ കൊണ്ട് അക്രൂരനെ മോഹിപ്പിക്കുന്നത് പോലെ. അക്രൂരനെ അങ്ങോട്ട് പ്രശംസിക്കാൻ പോവുകയാണ്. അപ്പൊ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൗകിക രീതിയിലാണ് ഭഗവാൻ അക്രൂരനെ പ്രശംസിക്കുന്നത്. അപ്പോ ഗീർഭിഃ സമ്മോഹയന്നിവ വീണ്ടും ഈ പറഞ്ഞ ഏതൊരു ബന്ധങ്ങളെ ഛേദിച്ചു തരാനായിട്ട് ഭഗവാൻ അക്രൂരൻ പ്രാർത്ഥിച്ചുവോ അത് വീണ്ടും തുടരുകയാണ് ഭഗവാൻ. ഇപ്പൊ ആയിട്ടില്ല, സമയമായിട്ടില്ല ഛേദിച്ച് കളയാൻ. പൂർണ്ണമായിട്ട് അക്രൂരനെ മുക്തനാക്കാനായിട്ടില്ല. അക്രൂരനെ കൊണ്ട് ഇനിയും കുറച്ച് കളികളൊക്കെ കളിക്കാനുണ്ട് അല്ലേ. ഇനി നമ്മൾ അക്രൂരന്റെ കളികൾ ഇവിടുത്തെ ഈ ദൗത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുക സമന്തകോപാഖ്യാനത്തിലാണ്. അപ്പൊ അവിടെ കുറച്ച് കറ ഇരിപ്പുണ്ട് അക്രൂരനില്. ആ കറ കൂടി പോയാലേ ശുദ്ധനാവുള്ളൂ. എന്താ കറ? അഭിമാനം. ഞാനൊരു ഉത്തമ ഭക്തനാണ്, ജ്ഞാനിയാണ്, സദാചാരശീലനാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അഭിമാനം അക്രൂരനിലുണ്ട്. അതും കൂടി പോകണം. അപ്പൊ അതിനൊരു ഒന്ന് കളിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. ഇച്ചിരി ചീത്തപ്പേരൊക്കെ അക്രൂരന് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അക്രൂരനെ ഭഗവാൻ ശുദ്ധനാക്കുന്നത്. അഭിമാനത്തെ കളഞ്ഞ് ശുദ്ധനാക്കി ഭഗവാന്റെ ഉത്തമ ഭക്തനാക്കി സമന്തകമണിയെ പെർമനന്റ് ആയിട്ട് കൊടുക്കുന്നു. ആ സമന്തകമണി ജ്ഞാനത്തിന്റെ പ്രതീകവുമാണ്, ബ്രഹ്മവിദ്യയാണ്, ചൂടാമണിയാണത്, വിവേക ചൂടാമണിയാണ്. അപ്പൊ ഏറ്റവും വിശേഷപ്പെട്ട ജ്ഞാനമാണത്. ആത്മജ്ഞാനത്തിന്റെ പ്രതീകമാണ് സമന്തകമണി. അത് പെർമനന്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ അപ്പോഴേ ആവുന്നുള്ളൂ. അതുവരയ്ക്ക് കുറച്ചു കാലം കൂടി അക്രൂരിന് ഇനിയും കുറച്ച് പ്രാരബ്ധം കൂടി ഉണ്ട്. കുറച്ച് കളികളൊക്കെ കളിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഗീർഭിഃ സമ്മോഹയന്നിവ വാക്കുകളെ കൊണ്ട് മോഹിപ്പിക്കുന്നവനായിട്ട് സസ്മിതം അക്രൂരം പ്രാഹ പുഞ്ചിരിയോടുകൂടി അക്രൂരനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ വാക്കുകളാണ് ഇനി തുടരുന്നത്. ശ്രീ ഭഗവാനുവാച ത്വം നോ ഗുരുഃ പിതൃവ്യശ്ച ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യദാ വയം തു രക്ഷ്യാഃ പോഷ്യാശ്ച അനുകമ്പ്യാ പ്രജാഹിവഃ. ശ്രീ ഭഗവാനുവാച ത്വം നോ ഗുരുഃ പിതൃവ്യശ്ച
ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യത വയം തു രക്ഷ്യാ പോഷ്യാശ്ച അനുകമ്പ്യാ പ്രജാഹിവഃ. പിന്നൊരു 7 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാൻ അക്രൂരനെ പ്രശംസിക്കുന്നത്. എന്തിനാ? അക്രൂരന്റെ ഉള്ളിലുള്ള അഭിമാനം ഒന്നുകൂടെ ഒന്ന് വിജൃംഭിച്ചിരിക്കട്ടെ, ബലൂൺ ഒന്നുകൂടെ ഒന്ന് ഊതി വീർപ്പിച്ച് അവസാനം ഒരു കുത്തു കൊടുക്കാം, പൊട്ടിച്ചു കളയാം. ഭഗവാൻ മഹാബലിയെയും ഇങ്ങനെയല്ലേ പ്രശംസിച്ച് പ്രശംസിച്ച് ഊതി വീർപ്പിച്ച് അവസാനം ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചു. അതുപോലെ ഇവിടെ അക്രൂരനെ ഉള്ളില് കൃഷ്ണന്റെ ചെറിയച്ഛനാണ് ഞാൻ എന്നുള്ള ആ ബന്ധുത്വ അഭിമാനം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എന്താ പറയുക, താനൊരു VIP ആണ് എന്ന് ഉള്ളതായിട്ടുള്ള ഭാവം, അതുണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ മായ കൊണ്ട് മോഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. എന്താണ്? ത്വം നോ ഗുരുഃ പിതൃവ്യഃ ച ശ്ലാഘ്യഃ ബന്ധുശ്ച നിത്യദാ. അപ്പൊ ത്വം, അങ്ങ്, നഹ ഗുരുഃ, ഞങ്ങൾക്ക് ഗുരുവാണ്, ഗുരുതുല്യനാണ്. ഗുരു എന്ന് പറഞ്ഞാൽ മുതിർന്ന അച്ഛൻ, അമ്മ, അതുപോലെയുള്ള വല്യച്ഛൻ, വല്യമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ എന്നൊക്കെ പറയും. അമ്മാവൻ ഒക്കെ ഗുരുവാണ്. അമ്മായി അച്ഛൻ ഗുരുവാണ്. അപ്പൊ മുതിർന്ന പിതൃസ്ഥാനീയരായിട്ടുള്ളവരെല്ലാം ഗുരുവാണ്, ജ്യേഷ്ഠസ്ഥാനീയരായിട്ടുള്ളവരെല്ലാം ഗുരുവാണ്. അപ്പൊ അങ്ങ് ആ ഒരു ബന്ധത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ്, ഗുരുവാണ്. പിതൃവ്യഃ ച, ഞങ്ങളുടെ പിതൃവ്യനാണ്, പിതാവിന്റെ സഹോദരൻ, വസുദേവരുടെ കസിനാണ് അക്രൂരൻ. അപ്പൊ പിതൃ സഹോദരനാണ്. ശ്ലാഘ്യഃ ബന്ധുഃ ച, ഞങ്ങൾക്ക് പ്രശംസനീയനായ ബന്ധുവാണ്. ഞങ്ങൾക്ക് എന്നും മിത്രഭാവത്തിൽ സഹായം ചെയ്യുന്നവനാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ എപ്പോഴും അത്യാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരെയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ സഹായിയായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കൂടെയുള്ള ആളാണ്. ശ്ലാഘ്യഃ ബന്ധുഃ ച വയം തു വഹ പ്രജാഹി. വയം തു, ഞങ്ങള്, ഞാനും ഏട്ടനും അങ്ങയുടെ പ്രജകളാണ്. പ്രജകൾ എന്നാൽ മക്കൾ എന്നർത്ഥം. അങ്ങയുടെ പുത്രസ്ഥാനീയരാണ് ഞങ്ങൾ. അപ്പൊ പുത്രരായ ഞങ്ങളെ പിതൃവ്യനായ ഗുരുവായ അങ്ങ് പരിപാലിക്കേണ്ടതാകുന്നു. വയം തു വഹ പ്രജാഹി, അങ്ങയുടെ പ്രജകളാകുന്നു. നിത്യദാ രക്ഷ്യാഹ പോഷ്യാഹ അനുകമ്പ്യാഹ. നിത്യത, എപ്പോഴും ത്വയാ രക്ഷ്യാഹ, അങ്ങയാൽ രക്ഷിക്കപ്പെടേണ്ടവരാണ് ഞങ്ങൾ. അങ്ങ് ഞങ്ങളുടെ ഗാർഡിയനാണ്, രക്ഷിതാവാണ്. പോഷ്യാഹ, ഞങ്ങളെ പോഷിപ്പിക്കേണ്ടവരാണ്. എല്ലാം കൊണ്ടും, വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം ഞങ്ങളെ, അല്ലെങ്കിൽ ധനം കൊണ്ടും ഒക്കെ പോഷിപ്പിക്കാൻ അർഹനായിട്ടുള്ള ആളാണ്. അനുകമ്പ്യാഹ, ഞങ്ങളുടെ നേരെ ദയ കാണിക്കേണ്ട ആളാണ്. കാരുണ്യം കാണിച്ച് ഞങ്ങളെ കൂടെ നിൽക്കേണ്ടതാണ്. ഞങ്ങൾക്ക് വഴിതെറ്റുമ്പോൾ വഴി കാണിച്ചു തരേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആ ചെറിയച്ഛനെ ഒന്നിങ്ങനെ മൂപ്പിക്കണം. ത്വം നോ ഗുരുഃ പിതൃവ്യശ്ച ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യത വയം തു രക്ഷ്യാ പോഷ്യാശ്ച അനുകമ്പ്യാ പ്രജാഹിവഃ. അല്ലേ? അല്ലെങ്കിൽ ഭഗവാൻ പരമാർത്ഥം പറഞ്ഞ് അനുഗ്രഹിക്കുകയല്ലേ വേണ്ടത്? അങ്ങ് ശരീര മനോബുദ്ധികളൊന്നുമല്ല, ഞങ്ങൾ അങ്ങയുടെ ബന്ധുക്കളുമല്ല. അതെല്ലാം ഈ ശരീരത്തിന്റെ തലത്തിലുള്ളൊരു ഭ്രമം മാത്രമാണ്. വാസ്തവത്തിൽ അങ്ങ് ബ്രഹ്മതത്വമാണ്, ഞാനും ബ്രഹ്മതത്വം തന്നെ. അതുകൊണ്ട് നമ്മൾ രണ്ടും ഒന്ന് തന്നെ, ഏകമായ ഒരു തത്വമാകുന്നു. ഇവിടെ പലതില്ല എന്നാണ് തത്വബോധം കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അതല്ല പറയണത്. ഇവിടെ ഔപചാരികമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്, പാരമാർത്ഥികമായിട്ടുള്ള തലത്തിലല്ല. ഭവദ്വിധാ മഹാഭാഗാ നിഷേവ്യ അർഹസത്തമാഹ ശ്രേയസ്കാമൈർ നൃഭിർ നിത്യം ദേവാ സ്വാർഥാ ന സാധവഃ. ഭവദ്വിധാ മഹാഭാഗാ നിഷേവ്യ അർഹസത്തമാഹ ശ്രേയസ്കാമൈർ നൃഭിർ നിത്യം ദേവാ സ്വാർഥാ ന സാധവഃ. ഭവദ്വിധ, അങ്ങയെ പോലെയുള്ളവർ, മഹാഭാഗാഹ, മഹാഭാഗ്യവാന്മാരാണ്, പുണ്യാത്മാക്കളാണ്. അർഹസത്തമാഹ, അർഹന്മാരിൽ പൂജിക്കാൻ യോഗ്യന്മാരായിട്ടുള്ളവരിൽ വെച്ച് സത്തമന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്.
അപ്പൊ ഏറ്റവും അധികം പൂജിക്കപ്പെടേണ്ടവരാണ്, എല്ലാ യോഗ്യതകളും തികഞ്ഞവരാണ്. അങ്ങനെയുള്ള നിങ്ങള് ശ്രേയസ്കാമൈഹി നൃഭിഹി നിഷേവ്യാഹ, ശ്രേയസ്സാഗ്രഹിക്കുന്ന നരന്മാരാൽ സേവിക്കപ്പെടേണ്ടവരാണ്. നിഷേവ്യാഹ എന്ന് പറഞ്ഞാൽ നിതരാം സേവ്യാഹ, നന്നായി സേവിക്കപ്പെടേ. നിങ്ങളെ സേവിച്ചാൽ എല്ലാ ശ്രേയസ്സും ഉണ്ടാവും. അങ്ങനെയുള്ള യോഗ്യന്മാരായിട്ടുള്ള ഗുരുവര്യന്മാരാണ് നിങ്ങൾ. അപ്പൊ ശ്രേയസ്കാമന്മാരായ നൃഭിഹി നിത്യം നിഷേവ്യാഹ ദേവാഹ സ്വാർത്ഥാഹ സാധവഃ ന. ദേവന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് താല്പര്യം. കാരണം ദേവന്മാര് സ്വാർത്ഥന്മാരാണ്, അവരുടെ ഉള്ളില് വഞ്ചനയുണ്ടാവും. സ്വാർത്ഥന്മാരായതുകൊണ്ട് ദേവന്മാര് നമ്മളെ എപ്പോഴും, മനുഷ്യരെ ദേവന്മാർ അവരുടെ കറവപ്പശുക്കളായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും അവർക്കുള്ള ഹവിസ് സമർപ്പിക്കുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങളിലൂടെ, യാഗയജ്ഞങ്ങളിലൂടെ ദേവന്മാർക്ക് വേണ്ടി തർപ്പണം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട വിശപ്പ് മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന, അവർക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകളായിട്ട്, പശുക്കളായിട്ട് നമ്മളെ എന്നും മായ കൊണ്ട് മോഹിപ്പിച്ചു നിർത്തുന്നവരാണ് ദേവന്മാര്. അവർ സ്വാർത്ഥന്മാരാണ്. അപ്പൊ എന്നും അവരാഗ്രഹിക്കുന്നത് നമ്മൾ സംസാരികളായിരിക്കാനാണ്. നമ്മൾ അവരെ അതിക്രമിച്ച് ഭഗവാന്റെ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവർ പട്ടിണിയായി പോകും. അപ്പൊ ദേവാഹ സ്വാർത്ഥാഹ, ദേവന്മാർ നമ്മളെ മായ കൊണ്ട് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണ് ദേവന്മാർ ഇരിക്കുന്നത്? ദേവന്മാര് ദേവലോകത്തൊന്നുമല്ല ഇരിക്കുന്നത്. നമ്മുടെ മനസ്സും ബുദ്ധിയും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഒക്കെ തന്നെയാണ് ദേവലോകം. ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ദിവ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ദേവലോകങ്ങളാണ്, പ്രകാശത്തിലൂടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട്, കണ്ണിലും കാതിലും മൂക്കിലും നാവിലും ത്വക്കിലും ഇരുന്നു കൊണ്ട്, അതുപോലെ നമ്മുടെ മറ്റ് പ്രത്യുൽപാദനേന്ദ്രിയം, മറ്റ് കയ്യ് കാല് മുതലായ ഇന്ദ്രിയങ്ങൾ എല്ലാറ്റിലും ഇരുന്നു കൊണ്ട് നമ്മളെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ എന്നും പ്രവർത്തിക്കുന്നവരായി, അടിമകളാക്കി, പശുക്കളാക്കി, കറവ പശുക്കളാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഇന്ദ്രിയ അഭിമാനി ദേവതകൾക്ക് താല്പര്യം. നമ്മൾ ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ തുടങ്ങിയാൽ അവർ അങ്കലാപ്പിലാവും, അവർ അസ്വസ്ഥരാവും. അവർ നമ്മളെ എങ്ങനെയെങ്കിലും സംസാരത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരാനായിട്ട് പലതരത്തിൽ പരീക്ഷിക്കും. ബ്രഹ്മവിദ്യയിലുള്ള താല്പര്യത്തെ എങ്ങനെയെങ്കിലും കുറച്ച് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് ഈ ദേവന്മാർ മായ കൊണ്ട് നമ്മളെ എന്താ പറയുക, കളിപ്പിക്കും. ഇത് തിരിച്ചറിഞ്ഞ് ആ ദേവന്മാരെ നമ്മൾ നിലയ്ക്ക് നിർത്തണം. അപ്പൊ ദേവാഹ സ്വാർത്ഥാഹ സാധവഃ ന, അങ്ങേപോലെയുള്ള സാധുക്കൾ അങ്ങനെയല്ല. സാധുക്കളുടെ സ്വഭാവം എന്താണ്? പരകാര്യം സാധ്നോതി ഇത് സാധു. മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥരായി ജീവിക്കുന്നവരെയാണ് യഥാർത്ഥ സാധുക്കൾ എന്ന് പറയുക. അല്ലാതെ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും സാധുവല്ല. അങ്ങോട്ട് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവനാണ് സാധു. അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കുന്നവനാണ് സാധു. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് അടിച്ചു മാറ്റാൻ പറ്റുമോ, ചൂഷണം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവനല്ല സാധു. അപ്പോ പരോപകാരാർത്ഥമായി ജീവിക്കുന്നവർ, ചിന്തിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, അവരാണ് സാധവഃ. അപ്പൊ സാധുക്കൾ ഒരിക്കലും സ്വാർത്ഥരല്ല. അവർ എപ്പോഴും അവരുടെ സ്വഭാവം തന്നെ അല്ലേ അകൈതവമായിട്ടുള്ള കാരുണ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാത്മാവായി, ഗുരുതുല്യനായി സ്തുതിക്കുകയാണ് അവിടെ ഭഗവാൻ ചെയ്യുന്നത്, പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അക്രൂരൻ കുറെയൊക്കെ അതിന് അർഹനുമാണ്, യോഗ്യനുമാണ്. എങ്കിലും അല്പം അഭിമാനം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഭവദ്വിധാ മഹാഭാഗ നിഷേവ്യ അർഹസത്തമാ
ശ്രേയസ്കാമയ നൃഭിർനിത്യം ദേവ സ്വാർത്ഥാ ന സാധവഃ ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. മഹാത്മാക്കൾ, സജ്ജനങ്ങൾ, ഗുരുതുല്യന്മാരായിട്ടുള്ള ആളുകൾ, അവര് എങ്ങനെയുള്ളവരാണ്? അവരെയാണ് സേവിക്കേണ്ടത്. അല്ലാതെ ക്ഷേത്രങ്ങളോ തീർത്ഥങ്ങളോ ഇവർക്ക് താഴെയാണ് സ്ഥാനം. അല്ലേ? മൂഢജനങ്ങള് ക്ഷേത്രങ്ങൾ തോറും തീർത്ഥങ്ങൾ തോറും പിക്നിക് പോലെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ധാരാളം സജ്ജനങ്ങൾ, മഹാത്മാക്കൾ ഉണ്ടാവും. അവരെയൊന്നും അറിയൂല്ല, കാണൂല്ല. അറിഞ്ഞാലും കാണാൻ പോവില്ല. അല്പനേരം അവരുടെ അടുത്ത് ചെന്നിരുന്ന് സത്സംഗം ചെയ്യാനൊന്നും സമയമില്ല. ഞങ്ങൾക്കിങ്ങനെ കാഴ്ചകൾ കാണാനുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഏത് തീർത്ഥസ്ഥാനത്ത് ചെന്നാലും അവിടെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ മഹാത്മാക്കൾ, താപസന്മാരൊക്കെ സ്വകാര്യമായി വസിക്കുന്നുണ്ടാവും. അവരുടെ തപസ്സും ധ്യാനവുമായിട്ട് അറിയുന്നവരൊക്കെ അവിടെ പോയിട്ട് അവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് വരും. കുറച്ചു നേരം അവരുമായിട്ട് സത്സംഗം ചെയ്തുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടും എന്തെങ്കിലും പ്രസാദം അവർ തന്നാൽ വാങ്ങിച്ചുകൊണ്ട് സന്തോഷമായിട്ട് വരും. നമ്മുടെ ഭാരതത്തിലെ ഏത് തീർത്ഥസ്ഥാനത്തിൻ്റെ അടുത്ത് ചെന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ പോകുന്നത് ഈ മഹാത്മാക്കളെയൊക്കെ അറിയാതെ നിന്ദിച്ചുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് ക്ഷേത്രങ്ങളിൽ പോയാലും അല്ലേ, അവിടെ ചില അവിടെ ചില ദേവന്മാരുണ്ട്. ഏത് ദേവന്മാര്? നമ്മുടെ ഇന്ന് ദക്ഷിണയോ മറ്റേതെങ്കിലും കമ്മീഷനോ മേടിച്ച് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ദർശനം കൊണ്ടുപോകുന്നവരും പ്രസാദം തരുന്നവരും ഒക്കെ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവരെ കാണും ചെന്നിട്ട് നമ്മൾ. വല്ല ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാവാം, അല്ലെങ്കിൽ പൂജകന്മാരാവാം, അവരുടെ കൂടെയുള്ള ശിങ്കിടികളാവാം. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളമുണ്ട് അല്ലേ? ശബരിമലയിലൊക്കെ പോയാൽ തന്ത്രിമാരുടെ ശിങ്കിടിമാര്, മേൽശാന്തിമാര്, അവരുടെയൊക്കെ ശിങ്കിടിമാര്, കീഴ്ശാന്തിമാര് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിൽ പോയാണ്ട് അവരെയൊക്കെ കണ്ട് കുറെ ദക്ഷിണയൊക്കെ കൊടുത്താൽ അവര് അല്പം പൂവും ചന്ദനമൊക്കെ തരും. നല്ലത് തന്നെ, അവർക്ക് കൊടുക്കേണ്ടതാണ്, ദക്ഷിണയൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷെ അവർക്ക് വാരിക്കോരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അറിയാത്ത മൂഢജനങ്ങൾ അവർക്കാണ് കെട്ടുകണക്കിന് പോയി കൊടുത്തിട്ട്. നമ്മള് മലയാളികളല്ല കേട്ടോ, തമിഴന്മാര്. മലയാളികൾ അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല അല്ലേ? നല്ലോണം ആലോചിച്ചിട്ട് വിവേകത്തോടെ കൊടുക്കുള്ളൂ. ഇപ്പോൾ പറഞ്ഞു വന്നത് നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ഈ ഭാഗവതത്തില് ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഭഗവാൻ തന്നെ സമന്ത പഞ്ചകത്തിൽ ഋഷിമാരെ കാണുമ്പോൾ അവരോട് പറയുന്നുണ്ട്. പിന്നെ ഉദ്ധവനോട് സമാനമായിട്ടുള്ള അർത്ഥത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹാദേവൻ മാർക്കണ്ഡേയനെ കാണുമ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്. ഇനി ചതുർത്ഥ സ്കന്ധത്തിലും വിതുര മഹാശയനെ കുറിച്ചോ മറ്റോ ആരോ പറയുന്നുണ്ട്. വിതുരോദ്ധവ സംവാദ സമയത്തോ അതോ വിതുര മൈത്രേയ സംവാദ സമയത്തോ സൂചനയായിട്ടുണ്ട്. എവിടെയുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള ശ്ലോകം. അപ്പോൾ 5 പ്രാവശ്യം ആവർത്തിക്കുന്ന
ആശയമാണിത്. പിന്നെ പല പ്രാവശ്യവും ഇതിന്റെ സമാനമായിട്ടുള്ളത് തന്നെ ധാരാളമുണ്ട്. ഒരേപോലെയുള്ളത് 5 പ്രാവശ്യം മറ്റ് വാക്കുകൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. മറ്റത് അർത്ഥത്തിൽ ഇതുപോലെ തന്നെയുള്ളത് ആവർത്തിച്ച് പല പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭാഗവതത്തിലെ ഇത്. അപ്പൊ എന്താണ്? നഹി അമ്മയാനി തീർത്ഥാനി. അമ്മയം എന്ന് പറഞ്ഞാൽ അപ്പ് ജലം, അപ്പ് പ്ലസ് മയമാണ് അമ്മയം, ജലമയം. ജലമയങ്ങൾ തീർത്ഥാനി നഹി. അപ്പൊ ജലരൂപങ്ങളായ തീർത്ഥങ്ങൾ, അമ്മയങ്ങളായ തീർത്ഥങ്ങൾ, അതൊന്നും നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫലം നൽകുന്നതല്ല എന്ന് പറയാനാണ് ന എന്ന് പറഞ്ഞത്. നഹി നഹി അമ്മയാനി തീർത്ഥാനി മൃച്ഛിലാമയാ ദേവാഹ ന ദർശനാദേവ പുനന്തി തേ ഒരു കാലേന പുനന്തി. അപ്പൊ തീർത്ഥങ്ങൾ, ജലാശയങ്ങളെ നമ്മൾ തീർത്ഥങ്ങളായി കണക്കാക്കുന്നു. വാസ്തവത്തിൽ ആ ജലാശയത്തിലുള്ള നമ്മുടെ തീർത്ഥബുദ്ധി ഉണ്ടെങ്കിലേ അത് തീർത്ഥമാവുന്നുള്ളൂ. വെറും വെള്ളമാണതെന്ന് കരുതി നമ്മൾ കുളിച്ചാൽ അതുകൊണ്ട് ഒരു അനുഗ്രഹവുമില്ല. ഇപ്പൊ ഗംഗയില് എത്രയോ വിശ്വാസമില്ലാത്ത ആളുകൾ കുളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അവർക്ക് സാധാരണ വെള്ളത്തിന്റെ പ്രയോജനം മറ്റു നദികളിൽ കുളിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് ഗംഗയിൽ കുളിക്കുന്നതും. എന്നാൽ അല്ലെ, ഗംഗയിൽ എത്രയോ പോത്തുകളും എരുമകളും കുളിക്കുന്നുണ്ട്, മത്സ്യങ്ങൾ ഗംഗയിലുണ്ട്, മുതലകളുണ്ട്. അവർക്കൊന്നും അത് ഗംഗയാണെന്ന് അറിയില്ല, അതിന്റെ മാഹാത്മ്യം അറിയില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയോജനവുമില്ല. നേരെ മറിച്ച് ആരാണോ ഗംഗയിൽ ആ തീർത്ഥബുദ്ധിയോടുകൂടെ ശ്രദ്ധയോടെ അതിനെ ഉപാസിക്കുന്നത്, ഭഗവാന്റെ പാദതീർത്ഥമാണ് ബ്രഹ്മദേവൻ ത്രിവിക്രമന്റെ പാദം കഴുകിയ വെള്ളമാണ് സ്വർഗഗംഗയായത്. ആ സ്വർഗഗംഗയാണ് ഭഗീരഥന്റെ കഠിന തപസ്സിലൂടെ ഭൂമിയിലേക്ക് വന്നത്. ഇത് മഹാദേവന്റെ ശിരസിലൂടെ ഒഴുകിയതാണ്, അനേക ഋഷീശ്വരന്മാരുടെ സ്പർശമേറ്റതാണ്. ഇത് പാതാള പര്യന്തം ചെന്ന് സകരന്മാർക്ക് മോക്ഷം കൊടുക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ 3 ലോകങ്ങൾക്കും അനുഗ്രഹമായിരിക്കുന്നതാണ് ഈ ഗംഗ. ഭഗവാന്റെ വാമനമൂർത്തിയായി അവതരിച്ച് ത്രിവിക്രമനായി ആ വിശ്വരൂപം ദർശിപ്പിച്ച ഭഗവാന്റെ പാദസ്പർശമേറ്റ പാദതീർത്ഥമാണ്. ആ പവിത്രതയോടെ, അതിന്റെ ആ മഹാത്മ്യ സ്മരണയോടെ അതിനെ ദർശിക്കുക, അതിനെ സ്പർശിക്കുക, ആചമനാദികൾ ചെയ്യുക, പ്രോക്ഷണം ചെയ്യുക, അതിനെ കുടിക്കുക, അതിൽ മുങ്ങിക്കുളിക്കുക, അതിനെ പൂജിക്കുക, അതിനെ കീർത്തിക്കുക, അതിനെ സ്മരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്കതിനെ ആരാധിക്കാം. നമ്മൾ എന്നും സ്മരിക്കുന്നു. എന്നും നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ വെള്ളം ഗംഗാ സ്മരണയോടെ അതിനെ ഗംഗയാക്കി മാറ്റുന്നു, അല്ലേ? വീട്ടിലെ വെള്ളം കുളിക്കാനായിട്ട് പുറപ്പെടുന്നതായിട്ട് സമയത്ത് നമ്മൾ അല്പം ഒരു പാത്രത്തിലോ കയ്യിലോ എടുത്ത് ഗംഗയെ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു, അസ്മിൻ ജലേ സന്നിധിം കുരു എന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ച് ആ വെള്ളത്തെ നമ്മൾ കുളിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ച് പിന്നീട് ആ വെള്ളം മുഴുവൻ ഗംഗയാണെന്നുള്ള ഭാവനയോടെ ദിവസവും കുളിച്ചാൽ ഗംഗാ സ്നാന ഫലം. അപ്പൊ ഗംഗ എന്നുള്ളത് സ്ഥൂലമായിട്ടുള്ള വെള്ളമല്ല, പിന്നെയോ നമ്മുടെ ഭാവനയാണ് ഗംഗ, നമ്മുടെ ശ്രദ്ധയാണ് ഗംഗ. ശ്രദ്ധയുണ്ടെങ്കിലേ ഗംഗ ഗംഗയാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ അത് വെറും വെള്ളം. ശ്രദ്ധയുണ്ടെങ്കിൽ വീട്ടിലെ വെള്ളവും ഗംഗയാവും, ഏത് തോട്ടിലെ വെള്ളവും നമുക്ക് ഗംഗയാക്കാം. കാരണം ഗംഗയെ നമ്മൾ എവിടുന്നാണ് ഗംഗയുടെ ഉത്ഭവം? ഭഗവാന്റെ പാദത്തിൽ നിന്ന്. അങ്ങനെ നോക്കിയാൽ പുരുഷ സൂക്തപ്രകാരം പാദോസ്യ വിശ്വാഭൂതാനി, ഈ വിശ്വം മുഴുവൻ ഭഗവാന്റെ പാദമാണ്. ആ ഭഗവാന്റെ പാദത്തെ സ്പർശിച്ചിട്ടാണ് എല്ലാ ജലാശയങ്ങളും ഇവിടെയുള്ളത്. ഏത് സമുദ്രമാകട്ടെ, ഏത് നദികളാകട്ടെ, അതിപ്പോ ഇന്ത്യയിലെ നദികൾ തന്നെ ആവണമെന്നില്ല, ആമസോൺ ആണെങ്കിലും നൈലാണെങ്കിലും മിസിസിപ്പി ആണെങ്കിലും, അല്ലേ? എവിടെ ചെന്നാലും എല്ലാം ആ നദികളൊക്കെ ഭഗവാന്റെ പാദത്തെ സ്പർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പാദോസ്യ വിശ്വാഭൂതാനി. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഗംഗയെ കാണാം. അപ്പൊ ഗംഗ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്.
ഗംഗ എന്നുള്ളത് ആ മെറ്റീരിയൽ അല്ല. നമ്മുടെ മനസ്സിലാണ് ഗംഗ ഇരിക്കുന്നത്, നമ്മുടെ ശ്രദ്ധയിലാണ് ഗംഗ ഇരിക്കുന്നത്. ശ്രദ്ധയുണ്ടെങ്കിലോ അത് അനുഗ്രഹിക്കും. അപ്പൊ ശ്രദ്ധയോടുകൂടെ ഗംഗയാണെങ്കിലും സേവിച്ചാൽ, ഏത് അമ്മയമായ തീർത്ഥങ്ങളും ശ്രദ്ധയോടെ സേവിച്ചാൽ അത് നമ്മളെ അനുഗ്രഹിക്കും. എപ്പോൾ? തേ പുനന്തി ഉരുകാലേന, ബഹുകാലേന, കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുക. ആ പുണ്യത്തിന്റെ ബലം നമുക്ക് കിട്ടുന്നത് കുറച്ച് കാലം കാത്തിരിക്കണം. എപ്പോഴാണത് നമുക്ക് റിസൾട്ടായിട്ട് വരിക എന്നറിയില്ല, ഉടനെ തന്നെ കിട്ടുന്നതല്ല. അതുപോലെ മൃച്ഛിലാമയാഹ ദേവാഹാന, മൃത്ത് ശിലകൾ, മൃത്ത് മണ്ണ്, ശില കല്ല്. അപ്പൊ മണ്ണും കല്ലും ലോഹങ്ങളും കൊണ്ടാണ് നമ്മൾ ദേവന്റെ മൂർത്തികൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മള് കല്ലുകൊണ്ടൊരു ശില്പം ഉണ്ടാക്കി അത് വിഷ്ണുവാണ് അല്ലെങ്കിൽ ശിവനാണ് അല്ലെങ്കിൽ ദേവിയാണ് എന്ന് പറഞ്ഞ് അതില് ആ ഈശ്വരനെ ശ്രദ്ധ കൊണ്ട് ആവഹിക്കണം, ഭക്തിയോടെ ആവഹിക്കണം. അതല്ലെങ്കിൽ വെറും ഒരു ഷോ പീസാണത്. അത് നമുക്ക് ഷോ കേസിൽ വെക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉദ്യാനത്തിൽ വെക്കാം. എവിടെ വേണമെങ്കിലും ഒരു ശിലയായിട്ട് സ്ഥാപിക്കാം. വെറും കല്ലുകൊണ്ടുള്ള പ്രതിമ അത് ഈശ്വരനാവുന്നില്ല. ഏതുവരയ്ക്കും? നമ്മൾ അതിൽ ഈശ്വരനെ ആവഹിക്കുന്നത് വരെ, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഈശ്വരനാണെന്ന് ഭാവനയുണ്ടാകുന്നത് വരെ. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ചടങ്ങുകളൊക്കെ, ഈ കുംഭാഭിഷേകം, കലശാഭിഷേകം, എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇതെല്ലാം അങ്ങനെയൊക്കെ കാട്ടുന്നത്. ഇതൊരു സാധാരണ കല്ലല്ല, ഇതൊരു സാധാരണ കല്ലല്ല. ഇത്രയും ഭാവനയോടെ, ഇത്രയും ശ്രദ്ധയോടെ, ഇത്രയും ഭക്തിയോടെ, നിങ്ങളുടെയൊക്കെ മനസ്സോടുകൂടെ അതിനെ ഇത്ര കലശങ്ങൾ ജപിച്ച് ഇത്രയും അഭിഷേകം ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതില് ഭക്തി ഉണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം എന്ന് നമ്മൾക്ക് അതിലോട് ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ആചാരങ്ങളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ. അത് ചെയ്തില്ലെങ്കിൽ അത് വെറും ഒരു സ്ഥൂലമായിട്ടുള്ള കല്ല് മാത്രമാണ്, ശില്പം മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലെ ഷോക്കേസിലും കൊണ്ടുവയ്ക്കാം, അല്ലേ? ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം പഴകി ദ്രവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളൊക്കെ വന്നു തുടങ്ങിയാൽ എന്ത് ചെയ്യും? പകരം പുതിയൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് ഈ പഴയ വിഗ്രഹത്തിൽ നിന്നുള്ള ചൈതന്യം, അതിലുള്ള നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നിന്ന് ആവഹിച്ച് പുതിയ മൂർത്തിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നു. ആ ചടങ്ങുകളൊക്കെ ശ്രദ്ധയോടെ നടത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ആ ശ്രദ്ധ ജനിക്കുന്നത്. അപ്പൊ എന്താവും? പഴയ ശില്പം, അംഗവൈകല്യം വന്ന ശില്പം വെറും ജഡമായി മാറും. വാസാംസി ജീർണാനി യഥാവിഹായ. നമ്മളും നമ്മുടെ ശരീരം വെടിയുന്നത് പോലെ ആ അതിലെ പ്രാണൻ വെടിഞ്ഞ്, ചൈതന്യം വെടിഞ്ഞ് ആ ശില്പം വെറും ഒരു കല്ലായി മാറുന്നു. അതിനെ പിന്നെ ഏതെങ്കിലും പുഴയിലോ ഏതെങ്കിലും ജലാശയത്തിലോ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആ ജലാശയത്തിൽ ഉപേക്ഷിച്ച ആ ശിലയെ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അതില് ഭാവനയോടെ ആവാഹനം ചെയ്ത് പൂജ ചെയ്താലോ അത് വീണ്ടും വിഗ്രഹമായി മാറും. അതിനൊരു ദോഷമില്ല. മഹാക്ഷേത്രങ്ങളില് ഇതുപോലെയുള്ള വൈകല്യങ്ങളുള്ളതൊന്നും വെക്കില്ല. എന്തുകൊണ്ട്? വൈകല്യത്തിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ ആദ്യം പോകും. കൈ പൊട്ടിയ വിഷ്ണു വിഗ്രഹം അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷ്ണുവിനോട് ആരാധനയല്ല ഉണ്ടാവുക, അയ്യോ പാവം ഭഗവാന്റെ കൈ പൊട്ടിയിരിക്കണം. അപ്പൊ കൈപൊട്ടിയ ഭഗവാനെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനോട് ഒരിക്കലും ആരാധന ഉണ്ടാവില്ല, സിമ്പതിയേ ഉണ്ടാവുള്ളൂ. ആ സിമ്പതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കലകളോടും കൂടിയ അതിമനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. വൈകല്യമുള്ളത് പ്രതിഷ്ഠിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ട്, അത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. ഭഗവാനെ തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നമ്മളെ രക്ഷിക്കുക എന്നൊക്കെ തോന്നിപ്പോവും. മൂഢന്മാർ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ.
അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഈ വൈകല്യം കാണുമ്പോൾ സ്വന്തം ശരീരം രക്ഷിക്കാൻ കഴിവില്ലാത്ത ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക എന്ന് തോന്നും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വൈകല്യം വന്ന വിഗ്രഹങ്ങൾ പൂജയ്ക്കെടുക്കരുത്, ഉടനെ മാറ്റണം. എല്ലാം തികഞ്ഞ വിഗ്രഹത്തെ പൂജിക്കണം. അപ്പോഴേ നമുക്കതിനോട് ബഹുമാനം ഉണ്ടാവുള്ളൂ, ഭക്തി ഉണ്ടാവുള്ളൂ, ആദരവുണ്ടാവുള്ളൂ. അപ്പോ മണ്ണും കല്ലും മൃത്ത് ശില ലോഹം മുതലായത് എപ്പോഴാണ് ഈശ്വരനാകുന്നത്? അതിൽ ഈശ്വര ബുദ്ധി നമ്മൾ നല്ലതുപോലെ ഭാവന ചെയ്യുമ്പോഴാണ്, ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ എല്ലാ കല്ലും എല്ലാ വിഗ്രഹങ്ങളും ഈശ്വരനാവുന്നില്ല. ചില ക്ഷേത്രങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ വിഗ്രഹം വളരെ ചെറുതായിരിക്കും, കാണാൻ പോലും പറ്റില്ല, പ്രയാസമായിരിക്കും. എന്നാൽ അതിൻ്റെ പുറത്തുള്ള ചുമരുകളിലോ തൂണുകളിലോ ഒക്കെ ഗംഭീര വിഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനെ തൊഴാറുണ്ടോ? തൊഴാറുണ്ട് ബഹുമാനത്തോടെ. പക്ഷേ ശ്രീകോവിലിലെ വിഗ്രഹത്തെ തൊഴുന്ന അതേ ഭക്തിയോടെ തൊഴുമോ? ഇതല്ലേ വലുത്, ഇതല്ലേ കാണാൻ നന്നായിരിക്കുന്നത്. എന്നാ പിന്നെ അതിനെ തൊഴുത് നമസ്കരിച്ച് അവിടേക്ക് വഴിപാട് ചെയ്തിട്ട് വന്നാൽ പോരെ? അതുപോരാ. ശ്രീകോവിലാണ് ഒറിജിനൽ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാ? നമ്മുടെ ശ്രദ്ധയെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആരാ ക്ഷണിച്ചിരിക്കുന്നത്? തന്ത്രികൾ മുതലായിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയ ആചാര്യന്മാർ. അവർ കുറെ മന്ത്രങ്ങളെ കൊണ്ടും അവരുടെ മുദ്രകളെ കൊണ്ടും പലതരത്തിലുള്ള ദ്രവ്യങ്ങളെ കൊണ്ടും തന്ത്രങ്ങളെ കൊണ്ട് അവരവിടെ അതൊരു തന്ത്രമാണ്, നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന തന്ത്രം. ആ തന്ത്രം കൊണ്ട് അവര് ഇതിലാണ് ഈശ്വരൻ, ഇതിലാണ് ഗുരുവായൂരപ്പൻ, ഇവിടെ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യലാണ് ഇതൊക്കെ. ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കതിൽ ശ്രദ്ധ കുറച്ചു പോകുന്നു. ഇതൊക്കെ ഒരു തരം ഹിപ്നോട്ടൈസിങ് എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ വിഗ്രഹങ്ങൾ, ശിലകൾ ഒക്കെ നമ്മുടെ ശ്രദ്ധയും ഭക്തിയും അതിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിനെ ആരാധിച്ചാലുള്ള ഫലം കാലം കൊണ്ട് കിട്ടും. തേ പുനന്തി ഒരു കാലേന, അത് അടിവരയിട്ട് വെച്ചോളൂ. എന്നാൽ ദർശനാദേവ സാധവഃ, സാധുജനങ്ങൾ, സജ്ജനങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, സ്വാർത്ഥതയില്ലാത്തവർ, പരാർത്ഥമായി ജീവിക്കുന്നവർ, ജ്ഞാനം നേടി സദാചാരത്തോടു കൂടി ജീവിക്കുന്ന മഹാപുരുഷന്മാർ, മുക്തന്മാരായ പുരുഷന്മാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ദർശനാദേവ, ദർശനം കൊണ്ട് തന്നെ, ദർശനമാത്രയാ അവർ നമ്മളെ പുനാതി അനുഗ്രഹിക്കുന്നു, പവിത്രീകരിക്കുന്നു. നമ്മളുടെ ഉള്ളിലുള്ള സങ്കുചിത ഭാവങ്ങളെയൊക്കെ അവർ തകർത്ത് കളയുന്നു. ഈ പുനാതി എന്ന് പറഞ്ഞാല് സങ്കുചിത ഭാവങ്ങളെ പൊട്ടിച്ചു കളഞ്ഞ് വികസിപ്പിക്കലാണ്. മനസ്സിനെ വികസിപ്പിക്കലും ശുദ്ധീകരിക്കലുമാണ്. അജ്ഞാനം കൊണ്ട് മലിനമായിരുന്ന, രാഗദ്വേഷങ്ങളെ കൊണ്ട് മലിനമായിരുന്ന മനസ്സിനെ ശുദ്ധീകരിക്കാൻ എളുപ്പത്തിൽ കഴിയുന്നവരാണ് മഹാത്മാക്കൾ. കാരണം അവരാണ് നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുക. അല്ലാതെ ഈ തീർത്ഥങ്ങളോ വിഗ്രഹങ്ങളോ നമ്മൾ അവിടെ ചെന്നാൽ തത്വമസി എന്നുള്ള മഹാവാക്യമൊന്നും ഉപദേശിക്കാൻ സാധാരണ പതിവില്ല. അപ്പോ നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞു തരും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തില് ജ്ഞാനത്തിന് സമാനമായിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ ഉള്ളിലുള്ള രാഗദ്വേഷാദികളെയൊക്കെ നീക്കി നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി വികസിപ്പിക്കാൻ, സൂക്ഷ്മമാക്കാൻ ഒക്കെ സാമർഥ്യമുള്ളത് ശരിയായ ജ്ഞാനമാണ്. ആ ജ്ഞാനം എവിടുന്ന് സമ്പാദിക്കണം? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുന്നതാണോ ജ്ഞാനം? ഏതെങ്കിലും തീർത്ഥത്തിൽ പോയാൽ കിട്ടുന്നതാണോ ജ്ഞാനം? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഭഗവാൻ അങ്ങനെ പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ
ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഏതെങ്കിലും പുഴയിൽ പോയി കുളിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ മതി, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകുമെന്ന് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ജ്ഞാനമുണ്ടാകണോ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. വരാൻ പ്രാപ്യ നിബോധത. വരന്മാരെ, ശ്രേഷ്ഠന്മാരെ, ഭരിക്കാൻ യോഗ്യരായിട്ടുള്ളവരെ സമീപിച്ച് പ്രാപിക്കേണ്ടതാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. അപ്പോ സാധുക്കളുടെ, സജ്ജനങ്ങളുടെ, മഹാത്മാക്കളുടെ മഹാത്മ്യം ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്ന ഒരു താരതമ്യത്തിലൂടെ ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളുമൊന്നും ഈ മഹാത്മാക്കളുടെ മുമ്പിൽ ഒന്നുമല്ല. വാസ്തവത്തിൽ ഈ മഹാത്മാക്കൾ സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളും സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളുമാകുന്നു. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് എന്താ പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങളുടെ ദുഃഖം തിരിച്ചറിഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ നമുക്ക് മറ്റേ തീർത്ഥങ്ങളിൽ പോയാലോ ക്ഷേത്രങ്ങളിൽ പോയാലോ ഒന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. തീരെ ഗുരുക്കന്മാരില്ലെങ്കിൽ ആരുമില്ലാത്തടത്ത ക്ഷേത്രങ്ങൾ ആശ്രയം. അവിടെ ചെന്ന് നമുക്ക് ചെന്ന് കരഞ്ഞ് പറയാം, ഒരു ആശ്വാസം കിട്ടും. ഉള്ളിലുള്ളതെല്ലാം ഭഗവാനോട് കരഞ്ഞ് പറയുമ്പോൾ ഒരാശ്വാസം കിട്ടും. തീർച്ചയായിട്ടും അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു റിലീഫ് കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളൊക്കെ. വാസ്തവത്തിൽ ഈ ക്ഷേത്രങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ഇഷ്ടംപോലെ പ്രാന്തന്മാരുണ്ടാവും, ഇഷ്ടംപോലെ പ്രാന്തികളും പ്രാന്തന്മാരും ഉണ്ടാവുമായിരുന്നു. അവരുടെ പ്രാന്ത് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നത് അവരുടെ ഈ ഔട്ട്ബേഴ്സ്റ്റിനുള്ളതായിട്ടുള്ള വേദികളുള്ളത് കൊണ്ടാണ്. ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും അവരുടെ ഇഷ്ടദേവതയുടെ അടുത്ത് ചെന്ന്, അവരുടെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ ചെന്ന് കരഞ്ഞു പറയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളോ തീർത്ഥങ്ങളോ ഒക്കെ മഹത്വം തന്നെയാണ്. പക്ഷെ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഉയരത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ പടികളൊക്കെ കടന്ന് ഇനി ഉയർച്ചയിലേക്ക് പോകാൻ വലിയൊരു എസ്കലേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റാണ് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതുകൊണ്ടാണ് ഈശ്വരനേക്കാൾ ഗുരുക്കന്മാർക്ക് പ്രാധാന്യമാണ് സനാതനധർമ്മത്തിൽ. ഈശ്വരനും ഗുരുവും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ആദ്യം ഗുരുവിനെ നമസ്കരിച്ച് പിന്നെ ഈശ്വരനെ നമസ്കരിക്കുക എന്നാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ശ്ലോകം വളരെ എന്താ പറയുക, നമ്മുടെ ഒരു സംസ്കാരമായി മാറേണ്ടതാണ്. മറ്റേ ക്ഷേത്ര സംസ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ക്ഷേത്രങ്ങളിൽ നിന്ന് വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ ക്ഷേത്രത്തിൽ ജനിച്ച് ക്ഷേത്രത്തിൽ മരിക്കരുത്. എന്താർത്ഥം? ക്ഷേത്രത്തിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിക്കരുത് എന്നല്ല. നിങ്ങൾ മരിക്കുമ്പോഴും അതേ LKG ക്ലാസ്സിൽ തന്നെ ഇരിക്കരുത് എന്നർത്ഥം. നിങ്ങൾ പ്രായമാകുമ്പോഴേക്കും അവിടുന്ന് പുറത്ത് കടന്നിരിക്കണം. എങ്ങനെയാ പുറത്ത് കിടക്കുക? ഗുരുക്കന്മാരുടെ കൈപിടിച്ച്. അതിനുശേഷവും ക്ഷേത്രങ്ങളിൽ പൊക്കോളൂ. എല്ലാ ഗുരുക്കന്മാരും പോകാറുണ്ട്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പോണ്ടാന്ന് ആരും പറയില്ല. പോണ്ടാന്ന് പറയുന്നവൻ വന്ന വഴി മറക്കുന്നവനാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരന്. ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ. നഹ്യം മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാ
തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവഃ. നമുക്ക് നാളെ തുടരാം. ഈ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് അടുത്ത അധ്യായം, അക്രൂരന്റെ ദൗത്യം. 32-ാം ശ്ലോകം മുതൽക്ക് ഭഗവാൻ അക്രൂരനെ ദൗത്യം ഏൽപ്പിക്കുകയാണ്, ഹസ്തിനപുരത്തിലേക്ക് പോകാൻ. അപ്പൊ ഏൽപ്പിക്കലും പോക്കും തുടർച്ചയായിട്ടായിക്കോട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ നോക്കാം.